ഒന്ന് പ്രാർത്ഥിച്ചോളൂ അല്ലേ? പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ, ഒത്തിരി കാര്യങ്ങൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്തിനിടയ്ക്കും എല്ലാവരും പല വിധത്തിലുള്ള തിരക്കുകളിലായിരിക്കുമ്പോഴും ഞങ്ങൾക്കിങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ ഒത്തുകൂടുന്നതിനും നിന്റെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ജോണിച്ചായന്റെ നാവിലൂടെ കേൾക്കുന്നതിനും പഠിക്കുന്നതിനുമുള്ള ഈ വലിയ കൃപ നൽകിയിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയും. പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവ ഞങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന ചലനങ്ങളെ എത്രയോ അധികമായിരിക്കും കുറെ നാളുകൾക്ക് ശേഷം ആ വിത്തുകൾ മുളച്ചു വന്ന് അത് ഫലം പുറപ്പെടുവിച്ച് തുടങ്ങുമ്പോൾ ഞങ്ങൾ അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ. പലപ്പോഴും നിന്റെ വചനത്തിന്റെ പ്രത്യേകത അതാണ്. അത് കേൾക്കുന്ന സമയത്ത് അതിന്റെ നിറവ് ഞങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാവുകയില്ല എങ്കിലും അത് ഞങ്ങളുടെ ജീവിതത്തെ സമൂലം വേരു മുതൽ ഫലം ഉണ്ടാകുന്നത് വരെയുള്ള സകല മേഖലകളെയും സ്വാധീനിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സ്ഥലങ്ങളും ഫലദായകമാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു അനുഭവത്തിൽ നിന്നും. തമ്പുരാൻ ഈ മഹാകൃപയിലേക്ക് വീണ്ടും വീണ്ടും ഞങ്ങളെ ആനയിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് എന്തെല്ലാം ചെയ്യാനുണ്ടെങ്കിലും വലിയ ദാഹത്തോടെ എല്ലാവരും വീണ്ടും നിന്റെ സന്നിധിയിൽ ഒന്നുചേരാനുള്ള ഈ കൃപ നൽകുന്നതിനെ ഓർത്ത് ഈ വലിയ ഗ്രേസിന്റെ ഈ നിറഞ്ഞു നിൽക്കുന്ന ആ സാഹചര്യത്തിൽ ഞങ്ങളെ വളരാൻ അനുവദിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ കൃത്യമായും അറിയുന്നു ഇത് ഞങ്ങളുടെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ സംഭവിക്കുന്നതാണ്. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി സദാസമയവും മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ മാരകമായ അപകടങ്ങളിൽ വീഴാതെ, മാരകമായ പാപങ്ങളിൽ വീഴാതെ കാത്തു പരിപാലിക്കുന്നതിനും ഓർത്ത് നന്ദി പറയുന്നു. ഈശോ, ഞങ്ങൾ നിന്നിൽ നിന്നും അകന്നു പോകുന്ന നിമിഷങ്ങളിൽ പെട്ടെന്ന് തന്നെ അത് തിരിച്ചറിഞ്ഞ് വീണ്ടും പൂർവാധിക ശക്തിയോടെ നിന്റെ സന്നിധിയിലേക്ക് ധൂർത്തപുത്രൻ തിരിച്ചു വന്നതുപോലെ വരുവാനുള്ള കൃപ നൽകണമേ എന്നപേക്ഷ. ജോണിച്ചായനെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിറവിൽ നിന്നുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുന്നതിനുള്ള പ്രത്യേകമായ കൃപ ലഭിക്കാനായി ജോണിച്ചായനെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും കർത്താവിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കാം. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് സഹായം തേടി അങ്ങേ മധ്യസ്ഥം അപേക്ഷിച്ച് ഒരുവനെ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യകകൾ രാജ്ഞിയായ ദയുള്ള മാതാവേ, ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപ്പാദത്തിൽ ഞങ്ങളെ നെടുവേർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ ഞങ്ങളുടെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. ദശവചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയുള്ളവളായി കേട്ടില്ലണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിക്കാൻ പറ്റിയതാ? എന്തോ എന്തോ കഴിക്കാൻ പറ്റിയ വരലെന്ന് പറഞ്ഞല്ലേ? എന്നാലേ അപ്പൊ നമ്മൾ ഇന്ന് 6ാമത്തെ ക്ലാസ് ആണ് ദിവസിൻ മിസെരിക്കോർഡിയയുടെ. പണ്ടാരാട്ട് പറഞ്ഞ മാതിരി ഇന്നലെ കേട്ട പോലെയും നമുക്ക് ക്ലാസ് എടുക്കാം. അതായത് വളരെ പെട്ടെന്ന് തുത്തേലി ഫ്രൂത്തി വളരെ എഫക്റ്റീവായിട്ട് അദ്ദേഹം എടുത്തു എന്നേ പറയാനുള്ളൂ. പക്ഷെ എന്താണ്, നമുക്കത് ഓർമ്മ ഇരിക്കുകയില്ല. അത് മാത്രമേ ഞാൻ അതിനകത്തൊരു തകരാറുള്ളൂ. അതായത് അതിനൊരു പ്രിന്റഡ് നോട്ട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ സഫിഷ്യന്റ് ടു അറ്റ്ലീസ്റ്റ് ടു ഗോ ത്രൂ ദ തിങ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിലേക്കല്ല നമ്മൾ പോകുന്നത്. നമ്മൾ വളരെ വിശദമായിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു അധ്യായം എടുക്കണം എന്ന എൻ്റെ ആഗ്രഹത്തെ കഴിഞ്ഞ കുറി നമ്മുടെ ധൂർത്തപുത്രൻ പറ്റിച്ചു കളഞ്ഞു. അവൻ 2 അധ്യായങ്ങൾ എടുപ്പിച്ചു. ഇന്ന് നമ്മൾ 5ാമത്തെ ചാപ്റ്റർ പെസഹ രഹസ്യം എന്ന അതെടുക്കുക. അപ്പോ കഴിഞ്ഞ കുറി എടുത്തപ്പോ റീക്യാപ്പിങ്ങിന് 40 മിനിറ്റ് എടുത്തു. ഒറിജിനൽ ടെക്സ്റ്റ് ഇതിന് നമ്മൾ വേറെ 40 മിനിറ്റ്, അങ്ങനെ മൊത്തം 80 മിനിറ്റ് നമ്മൾ എടുത്തു. 80 അല്ല 85 മിനിറ്റ് എടുത്തു. അതിന്റെ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, അത് അങ്ങനെ വന്നാല് 2ാമത്തെ ഭാഗത്തിനൊരു അതിന്റെ ഒരു അസ്തിത്വപരമായ പ്രസക്തി ഉണ്ടാകുമായിരുന്നുള്ളൂ.
ഒരു എരമ്പൽ അവസാനിച്ചിട്ടില്ലേ, അത് ഫാൻ ഓൺ ചെയ്തിട്ടായിരുന്നു. അപ്പോ നമ്മൾ ആരംഭിക്കുകയാണ്. ആരംഭിക്കുന്നതിന് മുമ്പ് വൈകി വന്ന വസന്തങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ഒരു സ്ക്രീൻ ദിസ് വൺ റീക്യാപ്പിംഗ് ഉണ്ട്. എവിടെ പോയി എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. സൂം ഒന്ന് എക്സിറ്റ് ചെയ്തോട്ടെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മളൊരു ചെറിയ നമ്മൾ എടുത്തോണ്ടിരുന്നത് കരുണാസമ്പന്നൻ എന്ന ചാക്രിക ലേഖനമാണ്, ജോൺ പോൾ സെക്കൻഡിന്റെ. ഇതൊക്കെ ഒരു 10 തവണ പറഞ്ഞതാ, അതുകൊണ്ട് അതൊന്നും നമ്മൾ ഇനി പറയുന്നില്ല. അടുത്തതായിട്ട് ഒന്നാമത്തെ ചാപ്റ്റർ ഇതായിരുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അതൊരു തരം പിന്നെ ഒരു നമ്മുടെ ഷേക്സ്പിയറിന്റെ നാടകത്തിലൊക്കെ ഒരു പെട്ടെന്ന് ആദ്യത്തെ ഒരു അംഗം ഉണ്ടല്ലോ, സകലരുടെയും ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയുള്ളത് അംഗം എന്നല്ല, അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു പദം ഞാൻ ഒരു കർട്ടൻ റൈസർ എന്നൊക്കെ പറയാവുന്ന മാതിരി അങ്ങനെ ഒരു ചാപ്റ്റർ ആയിരുന്നു അത്. രണ്ടാമത്തേത് മെസ്സയാനിക സന്ദേശം. എന്താണ് ക്രിസ്തു പറഞ്ഞത്, എന്തായിരുന്നു ക്രിസ്തുവിന്റെ ജീവിതം, കരുണ എങ്ങനെയാണ് അവൻ പ്രകാശിപ്പിച്ചത്, ഒരൊറ്റ വാക്കിലാണ് പറയുന്നത്. മൂന്നാമത്തേത് ക്രിസ്തുവിന്റെ പശ്ചാത്തലം, നമ്മൾ കരുണയെ മനസ്സിലാക്കേണ്ടുന്ന ദാർശനിക പശ്ചാത്തലം, കരുണ എന്ന സങ്കല്പം രൂപപ്പെട്ടു വന്ന പിന്നെ ഫിലോസോഫിക്കൽ ബാക്ക്ഗ്രൗണ്ട്, തത്വശാസ്ത്രപരമായ സംഗതി, പശ്ചാത്തലം, അവർക്കുണ്ടായിരുന്ന ദൈവശാസ്ത്രപരമായ അവബോധം. ഇത്രയും സംഗതികളാണ് പഴയ നിയമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അഥവാ കരുണ, അവരുടെ അനുഭവവേദ്യമായ കരുണ എന്താണ്, ഇസ്രായേലിയരുടെ അനുഭവവേദ്യമായ കരുണ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കണ്ടത് ധൂർത്തപുത്രന്റെ ഉപമ എന്ന സുദീർഘമായ ഒരു അധ്യായമാണ്. അപ്പൊ ഏറ്റവും ആദ്യത്തേത് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന് നമ്മുടെ കീവേഡായിട്ട് നമ്മൾ ഉപയോഗിച്ചത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:1 ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നിട്ട് പീലിപ്പോസ് നീ എന്നെ അറിയുന്നില്ലേ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. തമ്മിൽ ഭേദമില്ല. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു പിതാവുമായി സമനാണെന്ന് പറയുക മാത്രമല്ല ചെയ്തത്, അദൃശ്യനായ അസ്പർശിയായ ദൈവം വ്യാവഹാരികമായി നിങ്ങൾക്ക് എത്ര സമീപസ്ഥനാണ് എന്ന് എന്നിലൂടെ നിങ്ങൾ തിരിച്ചറിയുക, പിതാവിന്റെ സ്നേഹം. അത്തരം ഒരു വെളിപ്പെടുത്തുന്ന വാക്യത്തോടു കൂടിയാണ് യേശു പ്രവേശിച്ചത് എന്നാണ് 1-ാം അധ്യായം നമ്മളോട് സമർത്ഥിക്കുന്നത്. രണ്ടാമത്തേതിൽ മെസ്സയാനിക സന്ദേശം, അവിടുത്തെ സുപ്രസിദ്ധമായ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അവിടുന്ന് പ്രവചനങ്ങൾ തന്നെ എടുത്തു വായിച്ചു. യേശയ്യാവിന്റെ ചുരുളവന് നൽകപ്പെട്ടു, അവൻ യേശയ്യാവിന്റെ പുസ്തകം തുറന്ന് ഇപ്രകാരം വായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വായിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും. വീണ്ടും ഞാൻ പറയട്ടെ, വത്സരം എന്നതിന് കാലഘട്ടം എന്ന് നമ്മൾ പറഞ്ഞു. ഒരു ക്രോണോളജിക്കൽ ഓർഡർ എന്നുള്ളതിനേക്കാൾ ഉപരിയായി ക്രോണോസും കെയ്റോസും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ക്രോണോസ് എന്നത് സമയമാണ്, നമ്മുടെ വാച്ചിന്റെ പേര് ക്രോണോമീറ്റർ എന്നാണല്ലോ. ക്രോണോസ് എന്നാൽ കെയ്റോസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സമയം, കൃപാകര സമയം. ആ ഒരർത്ഥത്തിലാണ് കർത്താവിന് സ്വീകാര്യമായ കൃപാവര സമയവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. വീണ്ടും തന്റെ പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും ക്രിസ്തു പിതാവിനെ മനുഷ്യരുടെ ഇടയിൽ സന്നിഹിതനാക്കി. അതാണ് പാപ്പ നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്ന അവസാനത്തെ പോയിന്റ്. 2-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ പോയിന്റ് ഇതാണ്, ഫാദർ വാസ് പ്രസന്റ് എമംഗ് us.
അങ്ങനെ എങ്ങനെയാണ് പിതാവ് എന്നുള്ളത് വാക്കിലും നോക്കിലും രക്ഷാകര പ്രവർത്തികളിലൂടെയും അവിടുത്തെ ഇടപെടലുകളിലൂടെയും പ്രാന്തവൽക്കരിക്കപ്പെട്ടവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും വേശ്യകൾക്കും എന്നു വേണ്ട ആരൊക്കെയാണോ സ്വർഗരാജ്യത്തിന് നിഷിദ്ധമായി അന്നത്തെ സാഹചര്യങ്ങൾ വിവക്ഷിച്ചിരുന്നത്, മാറ്റി നിർത്തപ്പെട്ടത്, അവർക്കൊക്കെ സമീപസ്ഥനാണ് അവനെന്നും ദൈവമെന്നും അവരെല്ലാവരും സ്വർഗരാജ്യത്തിലേക്ക് നിർവിഘ്നം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു എന്നും പാപത്തിന്റെ മോചനം എന്നത് മാനസാന്തരത്തിലൂടെ കരഗതമാകുന്ന ഒന്നാണെന്നും അങ്ങനെ മാനസാന്തരത്തിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് സമീപിക്കേണ്ടതെന്നും പാപങ്ങൾ മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് എന്നുമായിക്കൊണ്ട് ക്രിസ്തു ഒരു പുതിയ യുഗം, ദൈവയുഗം തന്റെ പ്രവർത്തനങ്ങളിലൂടെയും വാക്കുകളിലൂടെയും ക്രിസ്തു പിതാവിന്റെ മനുഷ്യരുടെ ഇടയിൽ സന്നിഹിതനാക്കി. വീണ്ടും പഴയ നിയമം എന്ന് പറയുന്ന ആ ഒരു ഫ്രെയിം വർക്കിനകത്ത് നമ്മൾ 3 വാക്യങ്ങളാണ് കണ്ടത്. വീഴ്ച, വിലാപം, വീണ്ടെടുപ്പ്. അനുസരണത്തിന്റെ ചരിത്രമല്ല അവർക്ക് പറയാനുള്ളതെന്നും പ്രത്യുത നിരന്തരമായ വീഴ്ചയുടെയും അവിടെയൊക്കെ ദൈവം കൃപാകരമായി ഇടപെട്ട പ്രവാചകന്മാരുടെ വാക്കുകളിലൂടെ അവർ വിലപിക്കുന്നതിന്റെയും ആ വിലാപത്തിലൂടെ വിലാപം കേൾക്കുന്ന ദൈവം ഒന്നും നഷ്ടപ്പെടാത്ത മാതിരി അവരെ വീണ്ടെടുത്തതും അതിന്റെ നിരന്തരമായ ചരിത്രങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അവസാനം നമ്മൾ ധൂർത്തപുത്രന്റെ ഉപമയിലേക്ക് വന്നു. ധൂർത്തപുത്രന്റെ ഉപമയില് ഓർമ്മിക്കപ്പെടുന്ന കാരുണ്യവും തലമുറതോടും അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറ തോറും അവിടുന്ന് കരുണ വർഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മറിയത്തിന്റെ സ്തോത്രഗീതത്തിന്റെ പ്രസക്തി. അതായത് ദൈവം തന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഹെസദ് എന്ന വാക്ക് നമ്മൾ ഓർക്കുന്നുണ്ടാവും, അത് ഇതിനകത്താണ് കൂടുതൽ വരിക. ദൈവം തന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാകിയാൽ തന്നോട് തന്നെ വിശ്വസ്തനായിരിക്കുന്നതിനാൽ ദൈവത്തിന് മനുഷ്യരോട് കാരുണ്യം കാണിക്കാതിരിക്കാൻ വയ്യ. സത്താപരമായി അവിടുന്ന് നന്മയാകിയാലും വിശ്വസ്തമാകിയാലും. അതുകൊണ്ട് ഭക്തരുടെ മേൽ അവിടുന്ന് തലമുറ തോറും കരുണ വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രണ്ടാമത്തേത്, നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും ആദ്യം തൊട്ട് തന്നെ ദൈവം എപ്രകാരമാണോ വാഗ്ദാനം ചെയ്തത് കരുണ, അത് തലമുറയായിട്ട് അതിനെ ഒരുക്കിക്കൊണ്ട് ആ കാരുണ്യത്തിന്റെ പൂർത്തീകരണം എന്ന നിലയിൽ അതിന്റെ തൊട്ടു മുമ്പായിട്ട് വിശുദ്ധ യോഹന്നാൻ മാന്താനായുടെ നാമകരണത്തോടനുബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ പിതാവ് സന്തോഷജിത്തനായി നടത്തുന്ന സ്തോത്രഗീതമാണിത്. നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അത് നിവർത്തിക്കാൻ വേണ്ടി വന്ന അവസാനത്തെ ഘടകമാണ് യോഹന്നാൻ. അതുകൊണ്ട് അപ്രകാരം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്ന കരുണയെ സംബന്ധിക്കുന്ന ഒരു ആമുഖത്തോടു കൂടെ ധൂർത്തപുത്രന്റെ ഉപമ ആരംഭിക്കുന്നു. വീണ്ടും നമ്മൾ ആ ഉപമയിലേക്ക് കടന്നപ്പോൾ ഒരൊറ്റ വാക്കിൽ നമ്മൾ അതിനെ നമ്മൾ സംക്ഷിപ്തമാക്കിയാൽ ഇപ്രകാരമാണ്: സ്വത്ത് വാങ്ങി വീട് വിട്ട മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടങ്ങളിലെയും മനുഷ്യനാണ്. അവൻ ബന്ധങ്ങൾക്ക് പകരം കൃപാവരം എന്നതൊരു ബന്ധമാണ്, അല്ലാതെ അവിടുന്നോ ഇവിടുന്നോ എന്തെങ്കിലും ഒന്ന് കിട്ടുന്ന ഒരു സംഗതിയല്ല. ദൈവമേ കൃപ ഉണ്ടാകണമേ എന്ന് പറഞ്ഞാൽ ബന്ധത്തിൽ പുനഃസ്ഥാപിക്കണമേ എന്നാണല്ലോ അതിന്റെ അർത്ഥം. കൃപ എന്ന് പറയുന്നത് മറ്റെന്താണ്? ദൈവവുമായിട്ടുള്ള ബന്ധമല്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ ബന്ധത്തിന് പകരം ഭൗതിക വസ്തുക്കൾ വെച്ചു മാറിയ ഒരു വിഡ്ഢിയായ മനുഷ്യന്റെ കഥയാണ് ധൂർത്തപുത്രന്റെ ഉപമ. ആദിമ വിശുദ്ധിയും കൃപാവരവും ദൈവത്തോടുള്ള ആഴമേറിയ ബന്ധവും ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടി വേണ്ട എന്ന് വെച്ച മനുഷ്യന്റെ സർവകാലത്തെയും പ്രതിനിധിയാണ് ഈ ധൂർത്തപുത്രൻ. വീണ്ടും പുത്രത്വം എന്ന മഹനീയാവസ്ഥ വെച്ചുമാറി ഭൗതിക വസ്തുക്കളുമേൽ അധീശത്വം അവൻ നേടി. പക്ഷെ ഈ അധീശത്വം ഒരിക്കലും ശാശ്വതമായിരുന്നില്ല എന്ന് നാം കണ്ടു. അവന് സങ്കല്പിക്കാൻ വയ്യാത്ത ദുരിതങ്ങളിലേക്കാണ് അവൻ കടന്നുപോയത്. പന്നികളെ മേയ്ക്കുന്ന സ്ഥലത്തേക്ക്, അതായത് അവൻ കടന്നു പോയത് ഒരു കേൾവിക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു യഹൂദ പശ്ചാത്തലത്തിൽ നിന്നാണെങ്കിൽ അവർക്ക് ഏറ്റവും നീചവും നിന്ദ്യവും ജുഗുപ്സാവഹവുമായ പന്നികളെ മേയ്ക്കുക എന്ന സ്ഥലത്തേക്ക് അവൻ തരം താഴ്ത്തപ്പെട്ടു. എന്നിട്ടും അവിടെ വളരെ ഗതികേടിന്റെ പര്യായം എന്ന വണ്ണം ഒരു വാക്ക് എഴുതി ചേർക്കാൻ സുവിശേഷകൻ മറന്നില്ല. അതിതാണ്: പന്നികൾക്ക് കൊടുക്കുന്ന അമരത്തവിടെങ്കിലും കൊണ്ട് അവന് ഉപജീവനം കഴിക്കാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിലും അവൻ അതാരും കൊടുത്തില്ല. പന്നിയേക്കാൾ നികൃഷ്ടനായ ഒരു മനുഷ്യനായും അവന് വന്നു. അതിന്റെ അർത്ഥം ഇതാണ്:
പുത്രത്വം എന്ന കൃപാവരം എന്ന സംഗതി നഷ്ടപ്പെടുത്തി ലൗകിക വസ്തുക്കൾക്ക് വേണ്ടി തേടിപ്പോയാൽ ആദ്യം അത് കിട്ടി എന്ന് നമുക്ക് തോന്നിയേക്കാം. ഒരു മരീചിക മാത്രമാണത്. പിന്നീട് അത് നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അത് നഷ്ടപ്പെടുന്നത് നിനക്ക് അർഹിക്കുന്നതോ നിനക്ക് ജീവസന്ധാരണത്തിന് വേണ്ടതോ ഒന്നും തരില്ല. പകരം ദുരിതത്തിനുമേൽ ദുരിതത്തിലേക്ക് മാത്രമേ ലോകത്തിനും അതിൻ്റെ ആശകൾക്കും നമ്മളെ നയിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വീണ്ടും സ്വത്ത് തീർന്നപ്പോൾ അവൻ പുത്രത്വത്തെ കുറിച്ച് ചിന്തിച്ചില്ല. പകരം അവന് സുബോധമുണ്ടായി, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ടായി. എന്നിട്ടും അവന്റെ അപ്പോഴത്തെ ആവശ്യമായ ഭക്ഷണത്തെയാണ് അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അവൻ പറഞ്ഞു, എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. അവന്റെ വിശപ്പായിരുന്നു അവന്റെ പ്രശ്നം. അതായത് ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ പോലും സ്വന്തം പുത്രത്വത്തെ കുറിച്ച് ചിന്തിക്കാതെ, സ്വന്തം പുത്രത്വത്തെ നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത് അനുതപിക്കാതെ, ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒരു ആഹാരത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരുവനെ നമ്മൾ ആദ്യം കണ്ടു. ക്രമേണ അവന്റെ മാനസാന്തരം, അവൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ, അവിടെ നമ്മൾ ഏറ്റവും അത്ഭുതകരമായ ഒരു പദം നമ്മൾ നോക്കി. മാനസാന്തരത്തിന് ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണത്. സ്വാതന്ത്ര്യം എന്ന അത്ഭുതകരമായ പദം. ഞാൻ വീണ്ടും പറയാം, അതിനെന്താ ഇത്ര അത്ഭുതം എന്ന്? അതെ, മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് അവനെ രക്ഷപ്പെടുത്തുന്നത്. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഘോഷിക്കപ്പെടുന്നു. ബലവാന്മാർ ബലേന അതിൽ പ്രവേശിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ബലേന പ്രവേശിക്കുന്നു. അത് പഴയ ചിലതില് ഇപ്പോഴത്തെ ഈ അർത്ഥം മാറിപ്പോയി, വ്യത്യാസം മാറി വന്നതുകൊണ്ട് അത് നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരും. എന്നാലോ ചിലർ അതിനെ സ്വർഗത്തെ ബലാത്കരിക്കുന്നു എന്നാണ് അത് വാക്ക്. ബലാത്കരിക്കുന്നു എന്നാണ്. അതെ, കീഴ്പ്പെടുത്തുകയാണ്. അവന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടാണ് അവൻ അനുതപിക്കുന്നത്. കാരണം അനുതാപം എന്നത് വെറും യാന്ത്രികമാണെങ്കിൽ അനുതാപം എന്നതിന് അർത്ഥമുണ്ടാകുകയില്ല. അപ്പോൾ അവൻ എഴുന്നേറ്റ്, അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. അതിനുശേഷം അവൻ എഴുന്നേറ്റു. നമ്മൾ കാണുന്നുണ്ടത്. അപ്പോൾ തനിക്കുണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും തന്റെ ഭവനത്തിലെ വേലക്കാർക്കുള്ളതുമായ ആഹാരത്തെ കുറിച്ചിട്ടാണ് അവൻ ചിന്തിക്കുന്നത് ആ നിമിഷത്തില്. പിന്നെ പതുക്കെ അവൻ വാസ്തവത്തോടടുക്കുകയാണ്. അവന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അപ്പന്റെ ദിക്ക് ലക്ഷ്യമാക്കി നടക്കുന്ന ആ സമയത്ത് അവന് ധൂർത്തപുത്രന്റെ ഉപമയിൽ എന്റെ അപ്പന്റെ എന്നുള്ള ആ വാക്കിൽ നഷ്ടപ്പെട്ട മഹത്വത്തിന്റെ ദുരന്തം, ധൂർത്തടിച്ചു കളഞ്ഞ പുത്രത്വത്തെ കുറിച്ചുള്ള അവബോധം അവന് ക്രമാനുഗതമായി കൈവരികയാണ്. അല്ലാതെ അവൻ ആ പന്നികളുടെ ഇടയിൽ ഇരുന്നോണ്ട് എന്നാലും എന്റെ അപ്പന്റെ മകനായിരുന്നല്ലോ ഞാൻ എന്നല്ല അവൻ പറഞ്ഞു. അവന് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ആദ്യം വിശപ്പിനെ പറ്റി അതിനെക്കുറിച്ച് മാത്രം അവൻ ചിന്തിച്ചത്. ഇതിന്റെ അർത്ഥം എന്താണ്? അനുതാപം എന്നത് ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ സംഗതിയാണ്. ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു വിസ്ഫോടനമല്ല. അത് ചിന്തയിൽ നിന്ന് ഉത്ഭൂതമാകുന്നതും പ്രവൃത്തികളിൽ ആശ്രയിക്കുന്നതുമായ ഒരു പ്രോസസ്സാണ്. അനുതാപം എന്ന് പറയുന്നത് ഒരു വൈകാരിക വിസ്ഫോടനമല്ല. അതിനകത്തുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് അത് ബോധപൂർവകമായ, അവധാനപൂർവകമായ ചില തീരുമാനങ്ങൾ എടുത്തതിന്റെ പടിപടിയായിട്ടുള്ള പ്രവർത്തനത്തിന്റെ പേരാണ് അനുതാപം. അങ്ങനെയാണ് അവൻ പതുക്കെ ദൂരെ അവന്റെ വീട്ടിലേക്ക് ആ ദിശ ലക്ഷ്യമാക്കി നടന്നത്. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. അവനൊരു ഡിസിഷൻ എടുക്കുകയാണ്. അതിൽ അവൻ പറയുന്നു, ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. അവൻ ഡിസൈഡ് ചെയ്തിരിക്കുക കുറെ കാര്യങ്ങളൊക്കെ. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല, ദാസരിൽ ഒരുവനായി എന്നെ ആക്കണമേ. നീ അതിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്നത് ഇതാണ്, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. യഥാർത്ഥത്തിൽ അതിന്റെ കീവേഡ് ഇതാ. മനുഷ്യന് പറ്റുന്ന ഏറ്റവും വലിയ വിവരക്കേടെന്നോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ തെറ്റ് എന്നൊക്കെയോ നമുക്ക് പറയാവുന്നത് ഈ ഒരു വാക്യത്തിലാണ്. അതുകൊണ്ടാണ് ഇതിന് ഉത്തരവുമില്ലാത്തത് കേട്ടോ. 21-ാമത്തെ വാക്യത്തിന് ഉത്തരമില്ല. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ എന്നൊരു വാക്ക് അവന്റെ സന്നിധിയിൽ വെച്ചിട്ട് അവൻ പറയുന്നില്ല. അത്തരമൊന്നും പറയാൻ അവിടെ സമ്മതിക്കുന്നുമില്ല.
അപ്പൊ ചുരുക്കത്തില് നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു, എന്റെ ദാസനായി എന്നെ, നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അവൻ താൻ നഷ്ടപ്പെടുത്തിയ പുത്രത്വത്തെ ഒരു ത്ലാസിന്റെ ഒരു വശത്തും ഭൗതിക വസ്തുക്കളെ മറ്റതിലും വെച്ചു. പുത്രത്വം എന്നേക്കുമായി പോയി എന്നും ഭൗതിക വസ്തുക്കൾ അവകാശമാക്കിയതുകൊണ്ട് ഇനി പുത്രത്വം ഒരിക്കലും കരഗതമാവുകയില്ല എന്നും അവൻ പറഞ്ഞു. അതുകൊണ്ട് അവൻ നീതിയുടെ ക്രമത്തിൽ തന്നെ അവൻ അവിടെ പ്രസന്റ് ചെയ്യുക. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നീതിയുടെ മാനദണ്ഡം അനുസരിച്ചിട്ട് അവന്റെ ആഗ്രഹങ്ങളെ ക്രമപ്പെടുത്തി എന്ന് നമ്മൾ കാണുന്നു. വീണ്ടും അങ്ങനെ തന്റെ പിതൃത്വത്തോട് വിശ്വസ്തതയുള്ള വ്യക്തിയായ ദൈവം കഴുത്തിൽ, അതായത് ഹെസഡുള്ള ദൈവം കഴുത്തിൽ കൈയിട്ട് പിടിച്ചു, നനവുള്ള സ്നേഹത്തോടു കൂടി അവനെ മാർവോടണച്ചു. പിതാവിന് പുത്രനോടുള്ള സാരാംശപരമായ സ്നേഹം നീതിയുടെ അപ്പുറത്തേക്ക് പോകുന്ന കരുണയായി അവിടെ ഒഴിയുക. നീതിയുടെ മാനദണ്ഡം അനുസരിച്ചിട്ടാണ് അവൻ ക്രമപ്പെടുത്തിയതെങ്കിൽ പിതാവ് കരുണയുടെ മാനദണ്ഡം അനുസരിച്ചിട്ടാണ് പ്രവർത്തിച്ചത്. രണ്ട് മാനദണ്ഡങ്ങളുടെ ഏറ്റുമുട്ടലിന്റെ പേരാണ് ധൂർത്തപുത്രന്റെ ആദ്യത്തെ ഭാഗം. രണ്ട് മാനദണ്ഡങ്ങൾ. ഒന്നാമത്തേത് നീതിയുടെ മാനദണ്ഡം അനുസരിച്ച് സ്വയം ക്രമപ്പെടുത്തിയ പാപിയായ മനുഷ്യൻ. രണ്ടാമത്തേത് മനുഷ്യൻ സാരാംശപരമായി ദൈവത്തിന്റെ മഹത്വം പേറുന്നവനാകയാൽ, പുത്രത്വം എന്നത് അവൻ തന്റെ സൃഷ്ടിയാകയാൽ അവനിലുള്ള മഹനീയത എന്താണെന്ന് മനസ്സിലാക്കാത്ത അവനെ പുത്രനായി തന്നെ സ്വീകരിക്കുന്ന കരുണയുടെ ദൈവം. ഇത് തമ്മിലുള്ള അഭിമുഖമാണ് സംഘർഷം. ആ സംഘർഷമാണ് അവർ തമ്മിലുള്ള സംഘർഷമല്ല, ആ കഥയുടെ സംഘർഷം, ക്ലൈമാക്സ് ആണ് അവിടെ നമ്മൾ കാണുന്നത്. അവർ തമ്മിലുള്ള കണ്ടുമുട്ടലാണ് നമ്മൾ കാണുന്നത്. സ്ഥിരീകരിക്കപ്പെടുന്ന പുത്രത്വത്തെയാണ് നമ്മൾ കാണുന്നത്. അവന്റെ പുത്രത്വം നഷ്ടപ്പെട്ടിട്ടില്ല എന്നും സത്താപരമായി അവൻ എൽക്കാലത്തും പുത്രനായിരുന്നുവെന്നും അവന്റെ പുത്രത്വം ഒരിക്കലും നഷ്ടപ്പെടാനുള്ള അതിന് തക്കവണ്ണമുള്ള ഒരു പ്രവൃത്തിയും അവന് ചെയ്യാൻ സാധ്യമല്ലെന്നും, എന്തുകൊണ്ടെന്നാൽ അവന്റെ പുത്രത്വം സ്വാരാംശപരമാണെന്ന് നമ്മൾ കണ്ടു. എന്നാൽ എന്തായിരുന്നു അവന് കുറവ്? അവന്റെ പുത്രത്വത്തിന്റെ അടയാളങ്ങളായിരുന്നു കുറവ്. അതുകൊണ്ട് തന്നെ അവന് പട്ടുകുപ്പായം കിട്ടി, ചെരുപ്പ് കിട്ടി, മോതിരം കിട്ടി, ആടയാഭരണങ്ങൾ കിട്ടി. അടുത്തത് നമ്മൾ 5-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 5-ാമത്തെ അധ്യായത്തിന് 3 ഉപശീർഷകങ്ങൾ. അതിന്റെ പേര് പെസഹ രഹസ്യം എന്നാ, ഞാനത് ഇടാൻ വിട്ടുപോയി കേട്ടോ, സോറി. പെസഹ രഹസ്യം എന്നാണ് 5-ാമത്തെ അധ്യായത്തിന്റെ പേര്. കുരിശിലും ഉദ്ധാനത്തിലും വെളിവാക്കപ്പെട്ട കാരുണ്യം എന്നതാണ് 1-ാമത്തെ സബ് ടോപ്പിക്ക്. അതിന് 8 ഖണ്ഡികകളാണുള്ളത്, 6 ഖണ്ഡികകളാണുള്ളത്. രണ്ടാമത്തേത് മരണത്തെക്കാൾ ശക്തമായ, പാപത്തെക്കാൾ ശക്തമായ സ്നേഹം എന്നതാണ്. അതും 6 ഖണ്ഡികകളാണുള്ളത്. വീണ്ടും കാരുണ്യത്തിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ മറിയത്തെ സംബന്ധിക്കുന്ന ഒരു ഭാഗമാണ്. അതും 6 ഖണ്ഡികകളാണ്. ഇങ്ങനെ 18 ഖണ്ഡികകളായി സുദീർഘമായ ഒരു അധ്യായമാണിത്. അപ്പൊ ഇതിന് നമുക്ക് തുടങ്ങാം. ഒന്നാമത്തേത് കുരിശിലും ഉത്ഥാനത്തിലും വെളിവാക്കപ്പെട്ട കാരുണ്യം, പാസ്കൽ മിസ്റ്ററി, ജീസസ് സഫറിംഗ്, ഡെത്ത്, റിസറക്ഷൻ ആൻഡ് അസെൻഷൻ. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത്. ഇതെന്തിനാ ഇത്രയും പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. നമ്മൾ ഈ 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ 4 അധ്യായങ്ങളുടെ പ്രസക്തി മനസ്സിലാകുന്നത്. എന്തിനാണ് ഈ 4 അധ്യായങ്ങൾ ഇങ്ങനെ വെച്ചതെന്നും താരതമ്യേന നിരുപദ്രവകരങ്ങളായ, ഞാൻ ആ ഒരു അർത്ഥത്തിലാവട്ടെ പറയുന്നത്, അതായത് നമുക്കൊക്കെ അറിയാവുന്ന എന്നുള്ള അർത്ഥത്തില് ഈ ആശയങ്ങളൊക്കെ എന്തിനാണ് ഇതിനു മുമ്പ് ഇങ്ങനെ പറഞ്ഞു വന്നതെന്നും നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുക. അതായത് ഇതൊരു തരം ചെസ് കളിയോട് നമുക്ക് ഭൂമിക്കാം. താരതമ്യേന അപ്രധാനങ്ങളും അധികം ബുദ്ധി വേണ്ടാത്തതുമായ ചില നീക്കങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അധികം അറിയത്തില്ലാത്തവൻ വിചാരിക്കും ഇയാൾ എന്നാ പൊട്ടനാണ്, ഇങ്ങനെ നീക്കിയാൽ ഇയാൾ എവിടെ ചെന്ന്. പക്ഷെ ഒരു വലിയ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള നീക്കമായിരിക്കും അത് നമ്മൾ മനസ്സിലാക്കുന്നത് ചെക്ക് എന്ന് പറയുന്ന സമയത്ത്, ദൈവമേ എനിക്ക് പോകാൻ യാതൊരു മാർഗവും ഇല്ലല്ലോ, അങ്ങോട്ട് തിരിഞ്ഞാലും ചെക്ക്, ഇങ്ങോട്ട് തിരിഞ്ഞാലും ചെക്ക്.
ശരിക്കും ഇങ്ങനെ ഒരു ആസൂത്രണമാണ് ഞാൻ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്യം ഒന്നുകൂടി ഉപയോഗിക്കാം. ബോധപൂർവകമായ ആസൂത്രണമാണ് ഈ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിലെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ തിരുമേനി അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാനിത് നേരത്തെ പറഞ്ഞു, ഇത് പോളിഷ് ലാംഗ്വേജിൽ ലോങ് ഹാൻഡിൽ അദ്ദേഹം എഴുതിയതാണെന്ന് പറയുമ്പോൾ ഇതിന്റെ പുറകിലുള്ള അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്രപരമായ പടുത്വം, പാണ്ഡിത്യം, അടുക്കാനുള്ള മികവ്, കഴിവ്, ഇതൊക്കെ ഏറെ പ്രശംസനീയവും എന്താ പറയുക അത്ഭുതാവഹവുമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ നമ്മൾ ഈ 5-ാമത്തേതിലേക്ക് കിടക്കുമ്പോൾ ഈ ഒരു ഗ്രൂപ്പിനൊരു പ്രത്യേകതയുണ്ട്. അതാ എനിക്ക് പറയാനുള്ളത്. ഈ ഗ്രൂപ്പ് ഏറ്റവും അധികം ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമുണ്ട്. ഏറ്റവും അധികം എന്നല്ല, ആ വിഷയത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു നമ്മുടെ ഇത്തപര്യന്തമുള്ള എല്ലാ ക്ലാസ്സുകളും ഉണ്ടായിരുന്നത്. അത് യേശുവിന്റെ പീഡാനുഭവം. അതിനെക്കുറിച്ചിട്ട് എത്രമേൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടോ അത്രമേൽ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. വീണ്ടും പഠിക്കാനുള്ള ആഗ്രഹവും നമുക്കുണ്ടായിട്ടുണ്ട്. പെസഹ രഹസ്യത്തെ കുറിച്ചിട്ടാണ്, എന്താണ് പെസഹ രഹസ്യത്തിൽ നടന്നത് എന്നുള്ളത് ഈ കഴിഞ്ഞ 4 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞു വെച്ച് ഒരു ആമുഖം സൃഷ്ടിച്ചതിന് ശേഷം പൂർണ്ണമായിട്ട് ഇവിടെ വിശുദ്ധ യോഹന്നാൻ പൗലോസ് ജോൺ പോൾ രണ്ടാമൻ തിരുമേനി വിശദീകരിക്കുക. ഇവിടെ ഞാൻ ആദ്യമേ തന്നെ ഒരു മുൻകൂർ ഒരു ജാമ്യം എടുക്കുക. ഇതിന്റെ അഗാധങ്ങളിലേക്ക് പോകാൻ തക്കവണ്ണം ഒരു മനുഷ്യനും സാധ്യമല്ല. പക്ഷെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പോയതിന്റെ ആ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാൻ തക്കവണ്ണം നമ്മുടെ ബോധങ്ങളും മനസ്സുകളും പ്രകാശിതമാകണമെങ്കിൽ പരിശുദ്ധ മറിയത്തിന്റെ സവിശേഷമായ മാധ്യസ്ഥം നമുക്ക് വേണം. അതിന്റെ കാരണം, ഞാൻ പൂർണ്ണമായും നിന്റേതാണ് എന്ന് പറഞ്ഞ് മറിയത്തിന് അടിയറ വെച്ച ഒരു മഹാനുഭാവന്റെ, മഹാവിശുദ്ധന്റെ തൂലികയിൽ നിന്ന് അടർന്നു വീണ അദ്ദേഹത്തിന്റെ ചിന്തകളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത്. അത് തീർച്ചയായിട്ടും പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥം വഴിയായിട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നതിന് നമുക്കൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കണമെങ്കിലും അതേ പരിശുദ്ധ മറിയത്തിന്റെ അനുസ്യൂതമായ മാധ്യസ്ഥത നമുക്ക് വേണം. അതുകൊണ്ട് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം, ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. അപ്പൊ നമ്മള് ഏറ്റവും ആദ്യത്തെ 6 ഒരുമിച്ച് നമ്മളൊന്ന് എടുക്കുകയാണ്. കുരിശിലും ഉദ്ധാനത്തിലും വെളിവാക്കപ്പെട്ട ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, ഇത് പലപ്പോഴും നിങ്ങൾക്കൊരു ചർവണമായിട്ട് തോന്നിയേക്കാം, നമ്മൾ ചവച്ചത് വീണ്ടും ചവയ്ക്കുകയാണോ എന്നുള്ളത്. കാരണം ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് സാഹചര്യപരമായ ഒരു പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് എങ്കിൽ പോലും ഈ 5-ാം അധ്യായം എപ്പോഴും നമുക്ക് ഒരു തുടർച്ചയായി നമുക്ക് ഉള്ളത് കൊണ്ട് ഈ ഒരു സംഗതി ഇത് തുടരേണ്ടിയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ പെസഹ രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചോദ്യത്തോടു കൂടെയാണ് നമ്മൾ ഇത് ആരംഭിക്കുന്നത്. ക്രിസ്തുവിന്റെ പെസഹ രഹസ്യം എന്നത് അവിടുത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക അവസ്ഥയല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക പെസഹായുടെ അത്താഴമോ അല്ലെങ്കിൽ കുർബാനയുടെ സ്ഥാപനമോ അത് മാത്രമല്ല. അതൊക്കെ അതിനകത്ത് ഉള്ളതാണ്, തീർച്ചയായിട്ടും അതെ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു വിശുദ്ധ കുർബാനയുണ്ടല്ലോ നമ്മുടെ സീറോ മലബാർ സഭയുടെ, അത് ഏറെ ചാരുതയാർന്ന വിധത്തിൽ നമുക്കൊരു വിശദീകരണം ഈ കാര്യത്തിൽ നൽകും. അന്നാ പെസഹ തിരുനാൾ തൊട്ടിട്ട്, അതായത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അന്നാ പെസഹ തിരുനാൾ എന്നുള്ളത് സത്യത്തിൽ അതിന്റെ ടെക്സ്റ്റിനകത്തുള്ളതല്ലോ. ആരുടെ കൽപ്പന? കർത്താവിന്റെ കൽപ്പന. അത്ര സിമ്പിൾ ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റുകളാണ്. അവിടെ തൊട്ടിട്ട് ഇങ്ങോട്ട് കർത്താവിന്റെ കൽപ്പന അനുസരിച്ചുള്ള തിരുബലിയിൽ പെസഹായുടെ രഹസ്യം നമ്മൾ കൊണ്ടാടുന്നത് അവസാനത്തെ അന്ത്യ അത്താഴത്തെ കുറിച്ചിട്ടുള്ള വിചിന്തനത്തിലോ അതിന്റെ ആഘോഷത്തിലോ മാത്രമല്ല, ഇത് അവിടുത്തെ തിരുവവതാരത്തിന്റെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി തൊട്ടിട്ട് അനേകം തവണ നമ്മൾ ഈ ഇതേ പെസഹ അവിടുത്തെ മുഴു ജീവിതത്തെയും ആഘോഷിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ പറയുന്നത്, അവിടുത്തെ പ്രവർത്തനങ്ങളോടും പീഡാനുഭവത്തോടും കുരിശുമരണത്തോടും ഉത്ഥാനത്തോടും ഒക്കെയുള്ള മനുഷ്യന്റെ അടിസ്ഥാനപരമായ നിലപാടാണ് അവന്റെ അവിടുത്തെ പ്രവർത്തനങ്ങളും അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും എല്ലാം അന്യൂനമാം വിധം ഈ പെസഹ രഹസ്യമാണ്. അതുകൊണ്ട് ഈ പെസഹ രഹസ്യത്തിന്റെ സാധുതയെ സംബന്ധിച്ചിട്ട്
അതിലൂടെ വെളിവാക്കപ്പെട്ട കാരുണ്യത്തെ സംബന്ധിച്ചിട്ട് നാം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അദ്ദേഹം പറയുന്നു, രണ്ടാം വത്തിക്കാൻ സൂനഹദോസിനെ നാം പരിശോധിക്കേണ്ടതുണ്ട്. രണ്ടാം വത്തിക്കാൻ സൂനഹദോസിന് ശേഷമുള്ള പെസഹ രഹസ്യത്തെ സംബന്ധിക്കുന്ന പുതിയ പഠനങ്ങളെയും വിചിന്തനങ്ങളെയും നാം പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ തന്നെ ഏറ്റവും പ്രഖ്യാതമായ പ്രഥമ കൃതിയായ റെദംതോർ ഹോമിനിസിനെയാണ് ആദ്യം സൂചിപ്പിക്കുന്നത്. മനുഷ്യരക്ഷകൻ എന്ന ചാക്രിക ലേഖനത്തെ കുറിച്ച് ഒന്നിലധികം തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വാക്യമുണ്ട്, ഒരു റിവേഴ്സ് എൻട്രി മെത്തേഡിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന്. അതായത് മനുഷ്യന്റെ മഹത്വമാണ് അതിനകത്തെ പ്രതിപാദന വിഷയം. മനുഷ്യന്റെ മഹത്വം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ തീരുമാനമായത് എന്നതിന് യുക്തിഭദ്രമായ ഒരു വിശദീകരണം നൽകുകയാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ഈ മനുഷ്യരക്ഷകൻ എന്ന ചാക്രിക ലേഖനത്തിലൂടെ. ദൈവം അനുവദിച്ചാൽ നമുക്കത് ഒരിക്കലൊന്ന് ഏതെങ്കിലും ഒരു സമയത്ത് നിശ്ചയമായിട്ട് നമുക്കത് എടുക്കണം. അപ്പോ മനുഷ്യരക്ഷകൻ എന്ന ചാക്രിക ലേഖനത്തിലെ ഒരു ഭാഗം എടുക്കുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ നമ്മൾ ദൈവത്തിന്റെ കരുണയെയും അവിടുത്തെ മഹനീയതയെയും കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക സമീപന ശാസ്ത്രമുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് വെറുതെ അങ്ങ് പറഞ്ഞാൽ മതി. ദൈവമേ, മനുഷ്യനെ അങ്ങ് തേടി വരാൻ തക്കവണ്ണം മനുഷ്യൻ എന്തുള്ളൂ? തീർച്ചയായിട്ടും അത് സങ്കീർത്തനങ്ങളിലെയൊക്കെ ദൈവമനുഷ്യ ബന്ധങ്ങളിൽ വളരെയേറെ പ്രസ്പഷ്ടമായി കിടക്കുന്നതാണ്. മനുഷ്യ ദൃഷ്ടിയിൽ വരാൻ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വരാൻ മനുഷ്യൻ എന്തുള്ളൂ? മനുഷ്യന്റെ നിസ്സാരത, മനുഷ്യന്റെ അവന്റെ ദൈവവുമായിട്ട് തട്ടിച്ചു നോക്കാൻ പോലും പറ്റില്ല, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാനുള്ള അവന്റെ അയോഗ്യത, ഇതൊക്കെ പലകുറി ചർച്ചാ വിഷയമായിട്ടുള്ളതും മനസ്താപത്തിന്റെ അടിവേരുകൾ കിടക്കുന്നതുമായ ഒരു മേഖലയാണ് മനുഷ്യന്റെ നിസ്സാരാവസ്ഥ. ആ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം വന്നുവെങ്കിൽ ദൈവം എത്രമേൽ കാരുണ്യവാനാണ് എന്നതാണ് നമ്മുടെ സാമാന്യമായ വീക്ഷണം, യാതൊരു സംശയവും വേണ്ട. എന്നാൽ അതങ്ങനെ തന്നെ സാധുവായി നിലനിൽക്കെ മനുഷ്യരക്ഷകൻ എന്ന ചാക്രിക ലേഖനത്തില് ജോൺ പോൾ രണ്ടാമൻ തിരുമേനി ഒന്ന് തിരിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥത്തിന് എന്തെങ്കിലും ഭംഗം വരത്തക്ക വിധത്തിൽ എന്തെങ്കിലും തിരിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. പുറത്തുത അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ നിങ്ങൾ കേൾക്കുക. ഞാൻ നമ്മുടെ കരുണാസമ്പന്നൻ എന്ന ചാക്രിക ലേഖനത്തിൽ അത് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടത്. നിങ്ങളതൊന്ന് കേട്ടാല് ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അത് വൃത്തികേടാക്കണ്ട, അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യൻ പത്താമത്തെ ഖണ്ഡികയാണ് കേട്ടോ, മനുഷ്യരക്ഷകന്റെ 10ാമത്തെ ഖണ്ഡികയിൽ നിന്ന് മാത്രമാണ് ഇത് നിറച്ചിങ്ങനെ ഉണ്ട്. അതിനകത്ത് സാമ്പിള് വെടിക്കെട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. മനുഷ്യൻ ഇത്ര വലിയ ഒരു രക്ഷകനെ സമ്പാദിച്ചെങ്കിൽ അവൻ നശിക്കാതെ അവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് തന്റെ ഏകപുത്രനെ നൽകിയെങ്കിൽ സൃഷ്ടാവിന്റെ കണ്ണുകളിൽ മനുഷ്യൻ എത്ര മഹനീയനായിരിക്കണം. സംഗതി മനസ്സിലായ? യഥാർത്ഥത്തിൽ മനുഷ്യന്റെ വിലയെക്കുറിച്ചുള്ള ഇനിയുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം നിങ്ങളൊന്ന് ഞെട്ടാ പോവുക. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ വിലയെക്കുറിച്ചുള്ള മഹനീയതയെക്കുറിച്ചുള്ള ആ ആഴമായ അതിശയത്തിന്റെ പേരാണ് സുവിശേഷം. മനുഷ്യന്റെ മഹനീയത എന്താണെന്ന് പുകഴ്ത്തിപ്പാടുന്ന ആശയത്തിന്റെ പേരാണ് സുവിശേഷം. എന്നിട്ട് അദ്ദേഹം കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു വെടി പൊട്ടിക്കുന്നുണ്ട്. അതായത് നല്ല വാർത്ത. അത്രയും പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, ക്രിസ്തീയത്വം എന്നും അത് വിളിക്കപ്പെടുന്നു. അതാണ് അതിന്റെ സംഗതി. ക്രിസ്തീയത്വം എന്നും അത് വിളിക്കപ്പെടുന്നു. ക്രിസ്തീയത എങ്ങനെയാണെന്നല്ല പറയുന്നത്. ക്രിസ്തീയത എന്നത് മനുഷ്യമഹത്വത്തിന്റെ പര്യായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യമഹത്വത്തെ അന്യൂനമായ ഒരു വലിയ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എടുത്തു വെക്കുകയാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ തിരുമേനി. ഒരുപക്ഷെ ഈ അതിശയമാണ് ലോകത്തിൽ സഭയുടെ ദൗത്യം നിർണയിക്കുന്നത്.
ഇതാണ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. കാരണം ഇത് വായിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് തന്നെ വായിക്കേണ്ടി വരും. ഇപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് ജോൺ പോൾ രണ്ടാമൻ തിരുമേനി മനുഷ്യന്റെ മഹത്വത്തെ കുറിച്ചിട്ട് ഇതിലെ രതന്തോർ ഹോമിനിസിൽ പറഞ്ഞു വെച്ചത് എന്നത്. ഇങ്ങനെ ഒരു രക്ഷകൻ ഉണ്ടാകാനുള്ള യോഗ്യത സമ്പാദിച്ച മനുഷ്യ മഹത്വമാണ്. അതാണ് രക്ഷാകർമ്മത്തിന്റെ മാനുഷിക മാനം. ഒന്നുകൂടി പറയാം, രക്ഷാകര കർമ്മത്തിന്റെ മാനുഷിക മാനം എന്താണ്? അതായത് വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ്, എന്താണ് രക്ഷാകര കർമ്മത്തിന്റെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രസക്തിയും അതിന്റെ മാനവും? ഉത്തരം ഇതാണ്: രക്ഷിക്കപ്പെടാൻ തക്കവണ്ണം അവന് മൂല്യമുണ്ട്. ഓരോരുത്തരും മൂല്യമുണ്ട്. അത് അടുത്തതിലേക്ക് നമ്മൾ കാണും. ഓരോരുത്തരും മൂല്യമുണ്ട്. ഇല്ലെങ്കിലേ 99 ആടുകൾക്കും ഒരാടിനെ തമ്മിൽ വ്യത്യാസം ഇല്ലായിരുന്നെങ്കിൽ ഈ ഒന്നിനു വേണ്ടി അയാൾ വരികയില്ലായിരുന്നു. ഓരോന്നിനെയും വളരെ വ്യക്തിപരമായിട്ട് ഈ ആടുകളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവനായതുകൊണ്ടാ ഒന്ന് പോയപ്പോ അവൻ ഭൂരിപക്ഷത്തിൽ മേൽ ആശ്വാസം കൊള്ളാഞ്ഞത്. മാത്രമല്ല, നല്ല ഇടയൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു എന്നതാ സത്യം. ഇപ്പൊ നമ്മളൊന്ന് നോക്കിക്കേ, ചക്കി, മാത, കോത, ഇങ്ങനെ ഓരോ പേര് ഉണ്ടെന്ന് വിചാരിക്കുക. അയാൾ ഉള്ളാമത്തോട് കൂടി എന്റെ ഒരു ആട് പോയി എന്നല്ല പറയുക. അയാള് പറയുന്നത് അയ്യോ, നമ്മുടെ കോതയെ കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ചക്കിയെ കാണുന്നില്ലല്ലോ. അതെ, അതൊരു നല്ല ആട്ടിടയന്റെ ലക്ഷണമാണ്. ക്രിസ്തു എന്ന ആട്ടിടയന്റെ ലക്ഷണമാണ്. ക്രിസ്തു തന്നെ കുറിച്ച് പറഞ്ഞത് അതല്ലേ, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആട് എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ തണലിൽ മറന്നു പോകാവുന്ന ഒരു നഷ്ടമല്ല, മഹനീയതയുണ്ടതിന്. ഞാൻ പറഞ്ഞു വന്നത് അതാണ്. ഭൂമിയിലെ അവസാനത്തെ പാപി അവശേഷിക്കുന്നിടത്തോളം കാലം പരിശുദ്ധാത്മാവിനെ അയച്ച് അവനെ അനുതപിപ്പിക്കാൻ തക്കവണ്ണം ഓരോരുത്തരും മഹനീയതയുണ്ട്. ഈ മഹനീയത അറിയാത്തത് കൊണ്ടാണ് രണ്ടാമത്തെ ഉപമയില്, ആദ്യത്തേത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15:1 മുതലുള്ളതിലാണല്ലോ ആടിന്റെ ഉപമ നമ്മൾ കാണുന്നത്. രണ്ടാമത്തേതില് മഹനീയത അറിയില്ലാത്ത, സ്വന്തം മഹനീയത തിരിച്ചറിയാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലേക്ക് ഇടപെടാൻ വേണ്ടി കണ്ടുകിട്ടുവോളം അടിച്ചു വാരുന്ന പെണ്ണിനെ ദൈവം അവതരിപ്പിക്കുന്നത് അതുകൊണ്ടാണല്ലോ. അറിയാതിരിക്കില്ല. അതിനുവേണ്ടി അവിടുന്ന് നിരന്തരമായി തൻ്റെ ആക്ഷൻ പ്ലാൻ, അവിടുത്തെ പ്രവർത്തനങ്ങള് നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നല്ലേ ഇവിടുന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. രക്ഷാകര ചരിത്രത്തിന്റെ മാനുഷിക മാനം എന്നത് ഓരോരുത്തടത്തും ഓരോ പാപിയുടെ ജീവിതത്തിലേക്കും എത്തിപ്പെടാൻ തക്കവണ്ണം ഓരോ പാപിയും അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹനീയതയും മുദ്രതയും പേറുന്നു. അത് സത്താപരമാണ്. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്. മനുഷ്യൻ അതിന്റെ മകുടമാണ്. അവൻ ദൈവത്തിന്റെ ഛായയിലും രൂപത്തിലുമാണ്. അതുകൊണ്ട് അവനെ നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല. അതാണ് രക്ഷയുടെ മാനുഷിക മാനം. ഇനി രക്ഷാകർമ്മത്തിന്റെ ദൈവിക മാനം എന്താണ്? അത് അനുഭവപരവും ചരിത്രപരവുമാണ്. ഹിസ്റ്റോറിക്കലാണ്, എംപിറിക്കലാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സൃഷ്ടാവും പിതാവുമായുള്ള ദൈവത്തിനെതിരായി മനുഷ്യൻ ചെയ്ത അവിശ്വസ്തതയുടെ ചരിത്രമാണത്. നമുക്കറിയാം, വിശ്വസ്തതയുടെ ചരിത്രമൊന്നുമല്ല സുവിശേഷം എന്ന് പറയുന്ന, അവിശ്വസ്തതയുടെ ചരിത്രമാണ്. അതിനുള്ളിൽ അസാധാരണമായി വിധത്തില് ദൈവം ഇടപെട്ടുകൊണ്ട് അവരെ തിരികെ വിളിച്ചതിന്റെ ചരിത്രമാണ്. ഇവിടെയാണ് പഴയ നിയമത്തെ സംബന്ധിക്കുന്ന പ്രസക്തിയുള്ളത്. രണ്ടാമത്, അത് ഒരു ചരിത്രപരമാണെന്നുണ്ടെങ്കിൽ അനുഭവപരമായ രീതിയിൽ ഓരോ മനുഷ്യനും വഴിതെറ്റിപ്പോയവനും അവന്റെ ജീവിതത്തിലേക്ക് നിർണായകമായി ഇടപെടുന്ന ദൈവവുമാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോ
അതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്നാമത്തേത് ചരിത്രപരമായ ഒരു സംഗതിയാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് തേടി വരുന്ന ദൈവത്തെ നമ്മൾ കാണുന്നത്. അവിടെ ഒരിടത്തും ദൈവം ഭഗ്നാശനാകുന്നില്ല. ഫ്രാൻസിസ് പാപ്പായുടെ ഒരു പ്രസിദ്ധമായ മൊഴിയുണ്ടല്ലോ, ക്ഷമിക്കുന്നതിൽ ദൈവത്തിന് ഒരിക്കലും മടുപ്പ് തോന്നുന്നില്ല. ക്ഷമിക്കണമേ എന്ന് പറയുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നിയേക്കാം. ക്ഷമിക്കപ്പെടാൻ വേണ്ടി നിന്നു കൊടുക്കുന്നതിൽ നമുക്ക് ആവർത്തന വിരസത തോന്നിയേക്കാം. പക്ഷേ ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്ത് ക്ഷമിക്കുന്നതിൽ ദൈവത്തിന് മടുപ്പ് തോന്നുന്നില്ല. വീണ്ടും ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഈ ദിവസ് ഇൻ മിസെരിക്കോർഡിയ എന്ന ഈ ചാക്രിക ലേഖനത്തിന് നമ്മുടെ ഫൗസ്റ്റീന പുണ്യവതിയുടെ ദൈവകരുണയുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. രണ്ടുപേരും പോളിഷ് ആണ്. ആ രണ്ടുപേരും വളരെ ആത്മനാ അടുത്തവരാണെന്ന് നമുക്ക് പറയാം. അപ്പോ അതിലെ വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ പറയുന്നതായിട്ട് ഫൗസ്റ്റീനാമ്മ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, എനിക്ക് രക്ഷയില്ലല്ലോ, എന്നോട് ദൈവം ക്ഷമിക്കുകയില്ലല്ലോ എന്ന് പറയുന്ന പാപിയുടെ നിരാശയിലാണ് എൻ്റെ ഹൃദയം യഥാർത്ഥത്തിൽ തകരുന്നത്. പാപത്തിലല്ല എന്നല്ല, പാപത്തിന് ചെയ്ത് അവൻ നിസ്തേജനായി തീരുന്നതിനേക്കാൾ വേദന എനിക്കുണ്ടാകുന്നത് എന്നോട് ദൈവം ക്ഷമിക്കില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ്. അപ്പോ ഇവിടെ അനുഭവപരമായ രീതിയിലും ചരിത്രപരമായ രീതിയിലും ദൈവം നമ്മളെ തേടി വരുന്നത് കാണുന്നു. അതാണ് രക്ഷാകര ചരിത്രത്തിന്റെ ദൈവികമാനം. ഒന്നാമത്തേത് രക്ഷാകര ദൗത്യത്തിന്റെ മാനുഷിക മാനം എന്ന് പറയുന്നത് മനുഷ്യന്റെ മഹത്വമാണെങ്കിൽ, ചരിത്രത്തിലൂടെ തന്നെ അവതീർണനാക്കിയ, തന്നെ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ പ്രവർത്തനമാണ് ഒരു വശത്ത്. മറുവശത്ത് ഓരോ മനുഷ്യനോടും വ്യക്തിപരമായി സംവദിച്ചുകൊണ്ട് അവനെ രൂപാന്തരപ്പെടുത്തുന്ന, അവനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കരുണയാണ്. വീണ്ടും തന്റെ പുകഴ്ചയ്ക്കും മഹത്വത്തിനുമായി തന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് കൃപ കൊടുത്തുകൊണ്ട് അത് മനുഷ്യർക്ക് വേണ്ടി ഈ കൃപ വർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അത് അവസാനിക്കാൻ പോകുന്ന സംഗതിയല്ല. അത് ഇന്നുണ്ട്, അന്നുണ്ടായിരുന്നു, ഇന്നുണ്ട്, എന്നും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ വിശുദ്ധ കുർബാന ഒരിക്കലും പുതുതായ ഒന്നല്ല. പ്രത്യുത അർപ്പിക്കപ്പെടുന്ന സനാതനവും നിത്യവുമായ ക്രൂസിലെ ബലിയിൽ നമ്മൾ സമയവൽക്കരണത്തിന്റെ പാതയിൽ കൂടി കർദിനാൾ കന്തലമസ, പെട്ടെന്നാണല്ലോ അദ്ദേഹം കർദിനാളായത് അല്ലേ? വളരെ ഭാഗ്യപ്പെട്ട എനിക്ക് ഒരു അനുഗ്രഹീതമായ ഒരു വാർത്തയായിട്ടാണ് ഞാൻ കേട്ടത്. കർദിനാൾ കന്തലമസ ഒരിക്കലും സമയൈക്യത്തിന്റെ തുരങ്കം എന്നൊരു പദം പ്രയോഗിക്കുകയുണ്ടായി. അതായത് നമ്മൾ അവിടെ എത്തിപ്പെടുക, ഒരു സമയ ഐക്യത്തിന്റെ തുരങ്കം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2020 സംതിങ്ങിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്, നവംബർ 7-ാം തീയതി. ഇവിടുന്ന് നമ്മൾ ഒരൊറ്റ തുരങ്കത്തിലൂടെ, ഒരു ടണലിലൂടെ നമ്മൾ കർത്താവുമായിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് യാത്രയാവുകയാണ്. നമ്മൾ കാൽവരിയിലെ ബലിയിലാണ് പങ്കെടുക്കുന്നത്. അവിടുത്തെ ബലിയിലാണ് പങ്കെടുക്കുന്നത്. അവിടെ സഹിയോനൂട്ടിശാലയിലെ തിരുവത്താഴത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. സമയൈക്യത്തിന്റെ തുരങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു വിധത്തിൽ പറയാം, നമുക്ക് നേരെ തിരിച്ചിട്ട് പറയാം. കാൽവരിയിലെ ബലിയുടെ പെസഹ രഹസ്യത്തിന്റെ ആഘോഷത്തിന്റെ കോൺടെക്സ്ച്വലൈസേഷൻ ആണ്, സമയവൽക്കരണമാണ്, സാന്ദർഭീകരണമാണ്, ടൈമൈസേഷൻ ആണ്, കോണ്ടംപററൈസേഷൻ ആണ്, ആനുകാലികവൽക്കരണമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതേ സംഗതി തന്നെയാണ് ഈ സാഹചര്യത്തിൽ ടൈം ഫ്രെയിം മാത്രമേ മാറിയിട്ടുള്ളൂ, ഒരൊറ്റ ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഇത് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പറയുന്നത് കരുണയുടെ പ്രകാശനം ആവശ്യമായിരിക്കുന്ന കർത്താവ്, കരുണ തേടുന്ന യേശു എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് അതിശയം തോന്നിയേക്കാം, എന്തിനാണ് കരുണ തേടുന്നത്? അവൻ കരുണയല്ലേ? അവൻ കരുണ തരാൻ വേണ്ടി തന്നെയല്ലേ വന്നത്? അതെ, അവിടെയാണ് അതിൻ്റെ ഒരു വ്യത്യാസമുള്ളത്. അവൻ സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവമാണല്ലോ, സമ്മതിച്ചല്ലോ. സമ്പൂർണ്ണ മനുഷ്യനായിരിക്കുന്നവൻ കരുണ ആഗ്രഹിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? അവൻ പ്രതാപശാലിയായിരുന്നു, നമുക്കറിയാം. നന്മ ചെയ്തുകൊണ്ടും സുഖപ്പെടുത്തിക്കൊണ്ടും. നടപടി പുസ്തകത്തിന്റെ 10:38 അവനെ കുറിച്ചുള്ള സാക്ഷ്യം അതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 9:35 എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ചുറ്റി സഞ്ചരിച്ചു. അവന്റെ ജീവിതത്തിൽ ഉടനീളം കരുണയുടെ നിസ്തുലമായ പ്രകാശനമായിരുന്നു ഉണ്ടായിരുന്നത്.
അധികം ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ കണ്ടതാ, രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ കണ്ടത്. ഈ 2 ചാപ്റ്ററിൽ കൂടി നമ്മൾ കണ്ടത് ദൈവത്തിന്റെ കരുണയുടെ അതുല്യമായ പ്രകാശനമായിരുന്നു ക്രിസ്തു എന്നാണ്. അവൻ ആരോടാ കരുണ കാണിക്കാതിരുന്നത്? അങ്ങനെ കരുണ കൊടുത്തവൻ ശ്രദ്ധിക്കണേ, കരുണ ആവശ്യപ്പെടുകയാണ്. എപ്പോഴാ കരുണ ആവശ്യപ്പെടുന്നത്? എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവൻ കരുണ ആവശ്യപ്പെടുന്നത്. അവൻ തൻ്റെ ശിഷ്യരോടൊപ്പം ഗെത്സമനിയിലേക്ക് പോയി അവിടെ വെച്ച് അവൻ വിവശനാകുവാൻ തുടങ്ങി. അവനെന്തിനാ അവരുടെ കൂടെ പോയത്? അത്രയും നാൾ കരുണ കൊടുത്തവൻ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. മനുഷ്യന് കരുണ ആവശ്യമുണ്ട് എന്ന് അവിടുന്ന് തെളിയിക്കുകയാണ്. അവിടുന്ന് എല്ലാവർക്കും കരുണ കൊടുത്തവനാണ്. അവിടുന്ന് നമ്മളോട് കരുണ ചോദിക്കുകയാണ്. അവിടെ ഏറെ സാർത്ഥകമായിട്ടൊരു പാട്ടുണ്ട്. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പു, ഏവം എന്നെ ക്രൂശിലേറ്റുവാൻ അപരാധം എന്ത് ഞാൻ ചെയ്തു. ഏറെ ചകിതമായ ഹൃദയത്തോടു കൂടിയാണ് നമ്മൾ അതിമനോഹരമായ ആ ഗാനം കേൾക്കുന്നത്. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഞാൻ പാടുന്നില്ല, ഞാൻ പാടിയാൽ അത് സംഗതി തീർന്നാവും. എന്നാലും ഇതാണ് സത്യം. അവിടെ അവൻ മനുഷ്യരുടെ കരുണ ആഗ്രഹിച്ചു. എന്തുകൊണ്ടെന്നാൽ എപ്പോഴും മനുഷ്യൻ കരുണ ആഗ്രഹിക്കുന്നു. നിന്ദയും അപമാനവും മുൾമുടിയും കുരിശും എല്ലാം അവൻ ഏറ്റെടുത്തപ്പോഴും അവൻ കരുണ അർഹിക്കുന്നവനായിരുന്നു. കൊടുത്തില്ല നമ്മൾ, അത് വേറെ കാര്യം. കടന്നുപോയവർ തല കുലുക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ നീ ഇറങ്ങി വരിക. അത്രമേൽ അവൻ കരുണാരഹിതനായി അവിടെ നിന്നു. കരുണാരഹിതനായിട്ടല്ല, കരുണ കിട്ടാത്തവനായി അവിടെ നിന്നു. കരുണാരഹിതൻ എന്ന് പറയുമ്പോൾ അവന് കരുണയില്ല എന്നാണല്ലോ അർത്ഥം. സോറി, ഇത് വേറൊരു കാര്യം കൂടി കുറിക്കൊള്ളുന്നുണ്ട്, ഇത് അർത്ഥമാക്കുന്നുണ്ട്. പൂർണ്ണ മനുഷ്യനായി അവിടുന്ന് അവിടെ നിൽക്കുകയാണ്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണല്ലോ അവിടുന്ന്. മനുഷ്യന് കരുണ ലഭിക്കുന്നില്ല എന്നുള്ളത്, മനുഷ്യനോട് കരുണ കാണിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം, അതാണ് തിന്മയെങ്കിൽ അതാണ് തിന്മയെന്നും ആ തിന്മയെ ഏറ്റുവാങ്ങിക്കൊണ്ടുമാണ് അവിടെ നിൽക്കുന്നത്. കരുണ കാണിക്കപ്പെടാത്ത, കരുണയ്ക്ക് അനുഭവവേദ്യമാകാത്ത ഒരു മനുഷ്യനായിക്കൊണ്ട് ഏറ്റവും വലിയ സഹനത്തിലൂടെയാണ് അവിടുന്ന് കടന്നു പോകുന്നത്. വീണ്ടും അതിഭയാനകമായ അവിടുത്തെ പീഡാനുഭവത്തിന്റെ വിവിധ വശങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. അത് ഇതിനു മുമ്പത്തെ പലതവണ നമ്മൾ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ഏറെ അക്കാര്യത്തെക്കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ വിശദീകരിക്കാൻ ഞാൻ ഒരുപ്പെടുന്നില്ല. കാരണം നിങ്ങൾ എല്ലാവരും തന്നെ യേശുവിന്റെ പീഡാസഹനത്തെ കുറിച്ച് ഒന്നിലധികം തവണ ക്ലാസ് എടുക്കുകയോ ക്ലാസ് കേൾക്കുകയോ ചെയ്തിട്ടുള്ളവരാണ്. ഇനി വീണ്ടും ഒലിവ് തോട്ടത്തിൽ വെച്ചിട്ട് അവിടുന്ന് വളരെ കൂടുതൽ വേദന അനുഭവിച്ചു. തന്റെ വിയർപ്പ് പോലെ രക്തത്തുള്ളികൾ നിലത്ത് വീഴാൻ തക്കവണ്ണം അവിടുന്ന് ആത്മാവിൽ ദുഃഖം അനുഭവിക്കുകയും വേദന അനുഭവിക്കുകയും ചെയ്തു. അവിടെ വെച്ചിട്ട് അവിടുന്ന് പിതാവിനെ വിളിക്കുകയാണ്. പിതാവിനെ വിളിച്ചിട്ടും പിതാവ് അത് ഒഴിവാക്കി കൊടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഗ്രഹിക്കും. പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപം ആക്കുകയാ ചെയ്യുന്നത്. 2 കൊരിന്ത്യരിന്റെ 5:21 നമ്മളോട് സംസാരിക്കുന്നത് അതാണ്. പാപം ഇല്ലാത്തവനെ, പാപം അറിയാത്തവനെ, എന്താണെന്ന് പോലും അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപം ആക്കിക്കൊണ്ട് നമ്മളോടുള്ള കരുണ, മനുഷ്യന്റെ ജീവിതത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ദൈവത്തിന്റെ വാഞ്ചാപൂർണമായ കരുണ ഇവിടെ പ്രകാശിപ്പിക്കുകയാണ്. കാരണം ഈ തെറ്റ് നീതിയുടെ തുലാസിൽ ആ തെറ്റിന്റെ പിഴ അടച്ചുകൊണ്ട് ദൈവം തന്നെയും കരുണയുടെ ലോകത്തിലേക്ക് മനുഷ്യനെ വലിച്ചടുപ്പിക്കുന്ന പ്രക്രിയ ആയതുകൊണ്ടാണ് ഗെത്സമേനിയിൽ വെച്ചിട്ടുള്ള അവന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെങ്കിൽ
ഈ കാസ് എന്നിൽ നിന്ന് മാറ്റണമേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് പൂർണ്ണ നിശബ്ദത ഉണ്ടായത് എന്ന് ഇവിടെ സാക്ഷിക്കുന്നു. മനുഷ്യന്റെ ക്രിസ്തുവിന്റെ പീഡാസഹനത്തിലും മരണത്തിലും പിതാവ് തന്റെ പുത്രനെ ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി പാപമാക്കിയതിനാൽ മനുഷ്യരോടുള്ള അവിടുത്തെ നീതി തന്റെ സത്താപരമായ നീതി പ്രകാശിപ്പിക്കുന്നു. അതേസമയം മനുഷ്യനോടുള്ള അവിടുത്തെ വലിയ സ്നേഹത്തെ അവിടുന്ന് പ്രകാശിപ്പിക്കുന്നു. കാരണം ക്രിസ്തു മനുഷ്യവംശത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി പീഡകളും കുരിശുമരണവും വഹിച്ച് നീതി അതിസമർത്ഥമായി വർഷിക്കപ്പെട്ട് അതിലൂടെ കരുണയുടെ പാത്രമായിക്കൊണ്ട് മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കലേക്ക് അടുക്കാൻ തക്കവണ്ണം, അതുകൊണ്ടാണ് അവന്റെ അതിഭയങ്കരമായ പീഡകൾക്ക് അവസാനം എല്ലാം പൂർത്തിയായി എന്നവൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന നിമിഷത്തിൽ ദേവാലയത്തിലെ തിരശ്ശീല രണ്ടായി കീറിപ്പോയത്. അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്ന തിരശ്ശീല മുകളിൽ നിന്ന് താഴേക്കാണ് കീറിപ്പോയത്, താഴേന്ന് മുകളിലേക്കല്ല. ഒരു തിരശ്ശീല കീറുന്നത് എങ്ങനെയാ നിങ്ങൾക്കും എനിക്കും അറിയാം. ആർക്കെങ്കിലും അത് മുകളിൽ താഴേക്ക് കീറാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ദൈവത്തിനല്ലാതെ. ആ ഒരു നിമിഷത്തിൽ മനുഷ്യന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രാപ്യത ഉണ്ടാകുവാൻ വേണ്ടി തന്റെ ഏകജാതനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ തക്കവണ്ണം ദൈവം മനുഷ്യനെ മഹനീയനായി കണ്ടു. ഇതാണ് അദ്ദേഹം അവിടെ സ്ഥാപിക്കുന്നത്. കുരിശിൽ ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട ദൈവിക നീതി ദൈവത്തിന്റെ അളവനുസരിച്ചിട്ടുള്ളതാ, ദൈവത്തിന്റെ ഹെസതനുസരിച്ചിട്ടുള്ളതാ, ദൈവത്തിന്റെ അളവനുസരിച്ചിട്ടുള്ള അത് സ്നേഹത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. രക്ഷയുടെ ഫലങ്ങളാണ് നമുക്ക് തന്നത്. തിരിച്ച് സ്നേഹത്തിൽ അത് പൂർണ്ണമാവുകയും ചെയ്യും. അതെപ്പോഴാണെന്നുള്ളത് നമ്മൾ കാണും. അതിപ്പോഴല്ല, എപ്പോഴാണത്? പൂർണ്ണമായിട്ടും എല്ലാം ക്രിസ്തുവിൽ സമന്വയിക്കപ്പെട്ട് ദൈവമേഖല ഉണ്ടാകുന്ന സമയത്ത്, അതായത് യുഗാന്തോന്മുഖപരമായ അതിന്റെ പരിപൂർത്തിയിൽ സ്നേഹം അതിന്റെ അതിന്റെ എന്നത്തെയുമായ ലക്ഷ്യം പൂവണിയുകയാണ്. അടുത്തത്, ദൈവത്തിന്റെ രക്ഷയുടെ മാനം പ്രവർത്തനക്ഷമമാകുന്നത് അവന്റെ സഹനത്താൽ പാപപരിഹാരം ചെയ്തു എന്നതിൽ മാത്രമല്ല. പാപപരിഹാരം ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും അതിന്റെ അതിശക്തമായ ഒരു പ്രകാശനമാണ്, യാതൊരു സംശയവുമില്ല, നിസ്തുലമായ പ്രകാശനമാണ്. എന്നാൽ അതിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നില്ല. പിന്നെയോ ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജീവന്റെ പൂർണ്ണതയിലേക്കും വിശുദ്ധിയിലേക്കും അവന്റെ സർഗാത്മക ശക്തിയെ പ്രതിഷ്ഠിക്കുന്നതിലാണ്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് പാപമോചനത്തിന് വേണ്ടി അരങ്ങേറിയ ഒരു കുരിശുമരണത്തിലൂടെ നമുക്ക് പാപമോചനം കിട്ടുന്നു എന്ന് മാത്രമല്ല, അതൊരു ഹിസ്റ്റോറിക്കൽ ഇൻസിഡന്റ് അല്ല, ചരിത്രപരമായി സംഭവിച്ച ഒരു കാര്യം മാത്രമല്ലത്. അത് ഇന്നിന്റെ സാഹചര്യങ്ങളിൽ നമ്മുടെ സർഗാത്മക ശക്തിയെ, നമ്മുടെ അസ്തിത്വത്തെ കൃപയിൽ ദൈവത്തോട് ബന്ധിപ്പിക്കുന്നതാണ്. നോക്കൂ, ഞാൻ സകലതും പുതുതാക്കുന്നു എന്നത് ഓരോ ബലിയിലും അവിടെ നിന്ന് ആവർത്തിക്കുന്ന കാര്യമാണ്. ഓരോ നിമിഷത്തിലും തൻ്റെ കൃപയുടെ ദാനത്താല് ദൈവം മനുഷ്യനെ വിശുദ്ധിയിലേക്ക്, അവന്റെ സത്താപരമായ വിശുദ്ധമായ അസ്തിത്വത്തിലേക്ക്, അവന്റെ സർഗാത്മക ശക്തിയുടെ ദൈവോന്മുഖതയിലേക്ക് മനുഷ്യനെ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ചുമ്മാ അങ്ങ് രക്ഷിക്കപ്പെട്ടു, നീ രക്ഷിക്കപ്പെട്ടോ, ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച രക്ഷിക്കപ്പെട്ടായിരുന്നു, നീയോ ഞാൻ 5 കൊല്ലമായി രക്ഷിക്കപ്പെട്ടിട്ട് എന്നല്ല. രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒതുങ്ങി നിൽക്കുകയല്ല. രക്ഷിക്കപ്പെടുകയും രക്ഷയുടെ ഫലം വർഷിക്കപ്പെടുകയും രക്ഷയിൽ പൂർണ്ണമാക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ അബദ്ധത്തിലേക്കാണ് നമ്മുടെ സഹോദരങ്ങൾ എത്തിച്ചെന്നിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. രക്ഷയുടെ ഫലങ്ങൾ അനുനിമിഷം നമുക്ക് പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത് എൻ്റെ ആത്മാവിനെ തമ്പുരാന്റെ കയ്യിൽ കൊടുക്കുമ്പോഴാണ്. അതിന്റെ ഫലം കിട്ടുന്നത് സ്വർഗപ്രാപ്തിയിൽ ഞാനും നിങ്ങളും എല്ലാവരും ഒരുമിച്ച് തമ്പുരാനോടൊത്ത് ആയിരിക്കുമ്പോഴാണ്. കുരിശ് സകല പെസഹ രഹസ്യം ഒരു പൂർണ്ണതയാണ്. അതെ, കുരിശിലേക്ക് നമ്മൾ നോക്കാൻ പോവുകയാണ്. പെസഹ രഹസ്യം ഒരു പൂർണ്ണതയാണ്. മനുഷ്യനെ
അന്നത്തെ ആ ഒരു ചരിത്രത്തിന്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സംഭവിച്ച സംഗതിക്ക് ഇപ്പുറത്തേക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അതിന്റെ ഫലങ്ങൾ കടന്നു വന്നുകൊണ്ട് കാരുണ്യത്തെ കാര്യക്ഷമമാക്കുന്ന, ദൈവത്തിന്റെ കാരുണ്യത്തെ എപ്പോഴും പ്രവർത്തന നിരതമാക്കുന്ന ഒരു വലിയ ബലിയർപ്പണത്തിന്റെ തുടർച്ചയുടെ പേരാണ് പെസഹ രഹസ്യം. അത് എപ്പോഴും കരുണയോടുകൂടെ ദൈവത്തിന്റെ നീതിയെ ഓർമ്മിപ്പിക്കുകയും സ്നേഹത്തെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതാണ്. ഓരോ തവണയും നമ്മളിലെ എത്ര പേരുണ്ടെന്നൊക്കെ ഒന്നും ചോദിക്കുന്നു ഒന്നും ശരിയല്ല. മിശിഹാ കർത്താവിൻ തിരുമയും നിണവും ഇതാ പാവന ബലിപീഠ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് വിശുദ്ധ വസ്തുക്കൾ സംവഹിക്കുമ്പോൾ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, തക്സായിൽ എഴുതി വെച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ പീഠാനുഭവ യാത്രയെ ഓർമ്മിപ്പിക്കുന്നതാണെന്നാണ്. അങ്ങനെയാണത്. ചങ്ക് കലങ്ങിക്കൊണ്ടല്ലാതെ നമുക്കത് കാണാൻ പറ്റില്ല. ഹൃദയം തേങ്ങിക്കൊണ്ടല്ലാതെ ബാക്കിയുള്ളത് കാണാൻ പറ്റില്ല. ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ അവൻ ആ ഒരു വാക്കിനപ്പുറത്തേക്ക് ചരിത്രത്തിലേക്കും ആ ചരിത്രത്തിൽ നിന്നിപ്പുറത്തേക്ക് ഈ വാക്കിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ വലിയ കൃപയാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ചങ്ക് കലങ്ങാതെ കണ്ണൊന്നും നനയാതെ നമുക്ക് നാക്ക് നീട്ടാൻ പറ്റില്ല എന്നുള്ളതാ സത്യം. അതുകൊണ്ട് അതെപ്പോഴും നീതിയുടെ കാര്യം നിരന്തരമായി ഓർമ്മിപ്പിക്കുകയും നീതിയെ പുനഃസ്ഥാപിക്കുകയും കരുണയെ സമർത്ഥമാക്കുകയും ചെയ്യുകയാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, കുരിശ് മനുഷ്യരോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ മനുഷ്യരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ മഹത്വത്തെ പറ്റി അത് സംസാരിക്കുന്നു. മനുഷ്യനെ തേടി വന്ന ദൈവത്തെക്കുറിച്ച് അത് സംസാരിക്കുന്നു, ഉറക്കെ സംസാരിക്കുന്നു. ക്രിസ്തുവിൽ നിവൃത്തിയായ നീതിയെക്കുറിച്ച് സംസാരിക്കുന്നു. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ആ നീതിയിൽ നിന്ന് പുറപ്പെട്ടു വന്ന ദൈവത്തിന്റെ കരുണയെക്കുറിച്ചും തേടി വരുന്ന സ്നേഹത്തെക്കുറിച്ചും അത് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് നിസ്വാർത്ഥമായ ദൈവത്തിന്റെ സ്വയം സമർപ്പണം മനുഷ്യന് വേണ്ടി നൽകിയതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവിക മാനത്തിൽ അത് മനുഷ്യനോട് സംസാരിക്കുന്നതാണെങ്കിൽ ദൈവിക മാനത്തിൽ അത് ഇപ്രകാരമാണ്: തന്റെ ഛായയിലും രൂപത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ദാനമായി നമുക്ക് അവിടുന്ന് ദാനമായി തന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടാവെന്ന നിലയിൽ അവിടുന്ന് നമുക്ക് വർഷിച്ച നന്മകളെ കുറിച്ചും നന്മയുടെ ആത്യന്തികമായ ഉറവിടമായ അവിടുത്തെ കുറിച്ചും ആ കുരിശ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിലും ഉപരിയായി ഈ കുരിശിന്റെ പിറകിൽ ദൈവം പിതാവാണ് എന്ന അതുല്യമായ സന്ദേശമുണ്ട് എന്ന് നിരന്തരമായി നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൃഷ്ടാവ് എന്നതിനേക്കാൾ ഉപരി, സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം എന്നതിനേക്കാൾ ഉപരി പിതാവും പുത്രനും തമ്മിലുള്ള ആഴമേറിയ ബന്ധമാണ് മനുഷ്യനും ദൈവകുലവും തമ്മിലുള്ളത്, മനുഷ്യകുലവും തമ്മിലുള്ളത്, ദൈവവും മനുഷ്യകുലവും തമ്മിലുള്ളത് എന്നത് കുരിശ് ഒരടയാളവാക്യം പോലെ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ബന്ധത്തിലേക്ക് മനുഷ്യനെ വിളക്കി ചേർക്കാനുള്ള ത്രിത്വൈക ദൈവത്തിന്റെ അദമ്യമായ ആഗ്രഹത്തെ കുരിശ് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുരിശെന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതൊരുപാട് കാര്യങ്ങൾ മനുഷ്യനെ ഓർമ്മിപ്പിക്കുകയാണ്. അതൊരുപാട് കാര്യങ്ങൾക്കുള്ള സാക്ഷിയാണ്. അത് ഒരുപാട് കാര്യങ്ങളെ ഉണർത്തുന്ന ഒരു ചിഹ്നമാണ്. വീണ്ടും കുരിശ് അതൊരാഹ്വാനമാണ്. മനുഷ്യനോട് ദൈവം നടത്തുന്ന ആത്മസംവേദനം അതിന്റെ പാതയിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. മനുഷ്യനും ദൈവവും മനുഷ്യനെ തേടി വരുന്ന ഒരു പാതയുണ്ടെങ്കിൽ, ചരിത്രത്തിന്റെ ഒരു പാതയുണ്ടെങ്കിൽ അതിന്റെ മധ്യത്തിൽ കുരിശ് നിൽക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു തൊട്ടു തുടങ്ങിയതാ മനുഷ്യനുമായിട്ടുള്ള സംവാദം. ദൈവത്തിന്റെ ഒരുപാട് തവണ വീഴുകയും വീണിടത്തെല്ലാം എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള സംഭാഷണത്തിന്റെയും സംവേദനത്തിന്റെയും ചരിത്രം നമ്മൾ കണ്ടു. ഒരുപാട് തവണ പുതുക്കിയ ഉടമ്പടികളെ നമ്മൾ കണ്ടു. ഒരുപാട് തവണ പ്രതിജ്ഞയെടുത്ത ജനത്തെയും ആ പ്രതിജ്ഞയിലെ മഷി ഉണങ്ങും മുമ്പ്, അന്ന് മഷിയിലല്ല എന്നാലും നാം പറയുക, മഷി ഉണങ്ങും മുമ്പ് പ്രതിജ്ഞ ലംഘിച്ച ജനത്തിന്റെ അവിശ്വസ്തതയെയും നമ്മൾ കണ്ടു. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്, കൃപാകരമായ സന്നിധിയിൽ നിന്ന് നിയമം വാങ്ങാൻ വേണ്ടി കയറിപ്പോയ ആൾ ഒരല്പം താമസിച്ചപ്പോ പുരോഹിതന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കിയ അത്രമേൽ അഭിശപ്തമായ അനുസരണം കെട്ടിയ ഒരു ജനത്തെ നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ
ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരുപാട് ഉടമ്പടികളുടെയും അനുസരണക്കേടിന്റെയും ദൈവ മനുഷ്യ ബന്ധത്തിന്റെ ഊടുവഴി എന്ന് പറയാൻ പറ്റില്ല, വിശാലമായ എന്നാൽ ദുഷ്കരമായ പാതയില് കുരിശ് എന്നത് സനാതനവും നിത്യവും പരിശുദ്ധവും യോഗ്യവും രക്ഷാകരവുമായ പുതിയ ഉടമ്പടിയുടെ പ്രത്യക്ഷമായ അടയാളമായി നിൽക്കുന്നു. ഇനിമേൽ വേറെ ഉടമ്പടി വേണ്ട. ഇനിമേൽ വേറെ ആരും വഴിതെറ്റിപ്പോകുന്നില്ല. ഇനിമേൽ ആർക്കും ഇനി ഒരു വൈതരണി ഉണ്ടാവാൻ പോകുന്നില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പോകുന്നില്ല. അവിടുന്ന് ഉദ്ധിതനായതിനു ശേഷം ആദ്യം അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലയായ വിശുദ്ധ മഗ്ദലേന മറിയത്തോട് പറഞ്ഞത് എന്താ? സ്ത്രീയെ, നീ എന്തിന് കരയുന്നു? ഇനി കരയണ്ട, ഇനി കരയണ്ട. മനുഷ്യര് എല്ലാം നശിച്ചു എന്ന് വിചാരിച്ചിട്ട് എമ്മാവൂസിലേക്ക് പോയ മനുഷ്യരുടെ വൈക്ലഭ്യം നിറഞ്ഞ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് അവിടെ നിന്ന് ശാസിച്ചു പറഞ്ഞില്ലേ, മന്ദഹൃദയരെ, മതി, നിർത്ത്. നിങ്ങളുടെ ഹൃദയം ജ്വലിപ്പിക്കാൻ തക്കവണ്ണം അവിടുന്ന് സമീപസ്ഥനാണ് കുരിശിലൂടെ. കുരിശ് എന്നത് അവിടുത്തെ രക്ഷാകര ചരിത്രത്തിന്റെ ഒരു അടയാളം മാത്രമല്ല, എന്നും സംസാരിക്കുന്ന സനാതന സാധുതയുള്ള സ്നേഹത്തെ ഇന്നത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ചാലും കൂടെയാണ്. ആത്മദാനം വഴി തന്നെയും ലോകത്തെയും ദൈവത്തിന് നൽകിയ ദൈവത്തിന്റെ ചരിത്രമാണത്. പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ക്രിസ്തു മനുഷ്യകുലത്തെ മുഴുവൻ അവിടെ സമർപ്പിച്ചു. മനുഷ്യകുലത്തെ മുഴുവൻ സംയോജിപ്പിച്ചു, കുരിശിൽ സംയോജിപ്പിച്ചു. മനുഷ്യകുലത്തെ മുഴുവൻ ക്രിസ്തു കുരിശിൽ അനുരഞ്ജനപ്പെടുത്തി. അങ്ങനെ ദൈവിക ജീവനിൽ മനുഷ്യനെ അവിടുന്ന് ഭാഗവാക്കാക്കി. വീണ്ടും ദൈവത്തിൽ നിന്നുള്ളതും ദൈവത്തിലുള്ളതുമായ സത്യത്തിലും സ്നേഹത്തിലും ദത്തുപുത്രന്റെ അവകാശത്തോടുകൂടെ ഒരു മകനും മകളുമായി പ്രവേശിക്കാൻ തക്കവണ്ണം മനുഷ്യനെ അധികാരപ്പെടുത്തുന്ന അധികാരദണ്ഡാണ് കുരിശ്. ചില്ലറ കാര്യമൊന്നുമല്ല. നീ എവിടുന്നാ വരുന്നത് എന്ന് പിശാച് നിന്നോട് ചോദിച്ചാൽ, ഇത് കണ്ടോ, ഞാൻ എൻ്റെ ദൈവത്തിന്റെ മകനാ, അതിന്റെ ജീവിക്കുന്ന അടയാളമാണ് കുരിശെന്ന് നമുക്ക് പറയാൻ തക്കവണ്ണം അത് രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും ദത്തുപുത്ര സ്ഥാനത്തിന്റെയും അംശവടിയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ദത്തുപുത്രൻ എന്ന സ്ഥാനത്തേക്ക്, ദൈവപുത്രരുടെ മഹത്വത്തിലേക്ക് മനുഷ്യനെ ശാശ്വതമായി തെരഞ്ഞെടുത്ത പാതയിൽ കുരിശ് നിൽക്കുന്നു. പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവുമായവൻ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് സനാതനമായ ഉടമ്പടിയായി പ്രവേശിച്ചു എന്നതിന്റെ കൃത്യമായ സാധുതയായി കുരിശ് നിൽക്കുന്നു. സത്യത്തിൽ ദൈവത്തിന് ഈ മനുഷ്യനുമായി ചെയ്ത ഉടമ്പടിക്ക് മനുഷ്യന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട്. എന്നാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ ഉടമ്പടികളെല്ലാം പഴതാക്കപ്പെട്ടു. എന്നാൽ നവീനവും സനാതനവും സുനിശ്ചിതവുമായ ഉടമ്പടി എന്ന് പറയുന്നത് കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ടു. അത് സകലർക്കും വേണ്ടിയാണ്, ഇസ്രായേലുമായിട്ടല്ല, ആ കാലഘട്ടത്തിന് വേണ്ടി മാത്രമല്ല, ലോകത്തിലെ അവസാനത്തെ മനുഷ്യന് വേണ്ടി കൂടിയും അവനും ബാധകവും സാർത്ഥകവുമായ വിധത്തില് കുരിശ് എന്നത് രക്ഷയുടെ അനുഭവമായി മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുന്നു. വീണ്ടും പക്ഷേ കുരിശിലല്ല അന്തിമവാക്ക്. ഇവിടെയാണ് മാർപ്പാപ്പ 6-ാം ഖണ്ഡികയിലേക്ക് കടക്കുമ്പോൾ അതിനും അപ്പുറത്തേക്ക് കടന്ന് യാത്ര ചെയ്യുകയാണ്. കുരിശോളമല്ല, കുരിശിനപ്പുറത്താണ് വാസ്തവം എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിനപ്പുറത്തേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവിടുന്ന്. കുരിശല്ല കുരിശ അല്ല എന്ന് പറയുമ്പോൾ കുരിശിനെ നിഷേധിക്കലാണെന്ന് ധരിക്കല്ലേ. കുരിശിനും അപ്പുറത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോയിട്ട് പറയുന്നു, ഒഴിഞ്ഞ കല്ലറയാണ് നിന്റെ പ്രത്യാശ. ഒഴിഞ്ഞ കല്ലറയാണ് നിന്റെ പ്രത്യാശ. കാരണം നിന്റെ കല്ലറ ഒഴിയണമല്ലോ, വേണ്ടേ? എന്തിനു വേണ്ടിയാ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്?
മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നാം വിലപിക്കരുത് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഉത്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് ഉത്ഥാനമാണ് നമുക്ക് പ്രഘോഷിക്കാനുള്ളത്. അതുകൊണ്ടല്ലേ ഈസ്റ്ററിനെ ഫീസ്റ്റ് ഓഫ് ദ ഫീസ്റ്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്, ഫീസ്റ്റ് എന്ന് പറയുന്നത്. പെരുന്നാളുകളുടെ പെരുന്നാളായി ഉത്ഥാനം മാറുന്നത് അതുകൊണ്ടല്ലേ. അവിടെ പക്ഷേ ഒരു കാര്യമുണ്ട്, കുരിശ് എന്ന് പറയുന്നതിന്റെ തുടർച്ചയാണ് ഉത്ഥാനം. കുരിശില്ലാതെ കിരീടമില്ല. അതുകൊണ്ടല്ലേ ഈശോയുടെ കയ്യിലും കാലിലും ചങ്കിലും ആ പാടവിടുന്ന് അവശേഷിപ്പിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി. സത്യത്തില് ഈശോയ്ക്ക് ആ പാട് എന്ന് പറയുന്നത് ഇറലവന്റ് അല്ലേ? കാരണം അവിടുന്ന് എല്ലാം കഴിഞ്ഞ് മരണത്തിന്റെ ഭീകരത മുഴുവൻ അനുഭവിച്ചിട്ട് വന്നിരിക്കുക. ജീവനെടുത്താ വന്നിരിക്കുന്നത്, സ്വജീവനെ പ്രാപിച്ചാ വന്നിരിക്കുന്നത്. പുതു ശരീരം, അക്ഷയം, ലഘുത്വം, മഹിമ, ദീപ്തി, ഇതൊക്കെയുള്ള ശരീരത്തോടു കൂടിയാ വന്നത്. എന്നിട്ട് എന്താണ് അവിടുന്ന് തന്റെ പാടുകൾ അവിടെ വെച്ചത്? അണിമയും അക്ഷയ ദീപ്തിയുമേറി അമരത്വമേറി തിരികെ വന്നു, എന്നിട്ടും എന്തേ നീ ബാക്കി വെച്ചു നിന്റെ മർത്യജന്മത്തിലെ സഹനമുദ്ര. മൃത്യുവിൻ സാഗരം നീന്തിക്കടന്നിട്ടും തോർത്താതെ വെച്ചെന്തേ സഹനമുദ്ര. അതാ സത്യം. അവനത് അങ്ങനെ വെച്ചതിന്റെ കാരണം ആ അവസ്ഥയിലേക്ക് കടന്നു വരാൻ വേണ്ടി, ആ അവസ്ഥയിൽ നമ്മളെ മാറോട് ചേർക്കാൻ വേണ്ടി, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ, നാം ആയിരിക്കുന്നിടത്ത് ഇവരുമായിരിക്കാൻ ഞാൻ തീവ്രമായി അഭിലഷിക്കുന്നു എന്ന് ക്രിസ്തുവിന്റെ ഇടയനെടുത്ത പ്രാർത്ഥനയിലെ അഭിലാഷമുണ്ടല്ലോ. ആ അഭിലാഷത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി, സ്വർഗപ്രാപ്തിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി നീതിക്ക് മറുതലയായി കൊടുത്ത മുദ്ര അവൻ കളഞ്ഞില്ല. ആ മുദ്രയാണ് അവനെ മഹനീയനാക്കുന്നത്, അവനെ ആരാധ്യനാക്കുന്നത്. അവന്റെ കൈകളിലെ ആ മുദ്രയല്ലേ. അവന്റെ അക്ഷയം ദീപ്തിയും എല്ലാം ഉണ്ടായിട്ടും അവൻ മനുഷ്യനോടുള്ള നിതാന്ത സ്നേഹത്തിന്റെ അടയാളമായ മുദ്രയായ ആ മുറിവുകൾ അവിടെ വെച്ചിരിക്കുകയാണ്. ആ സ്നേഹത്തിലാണ് നമ്മൾ പിതാവിനെ കാണുന്നത്. പിതാവ് സ്വയം നീതിയായിരിക്കെ, സ്വയം നീതി നമുക്ക് പ്രദർശിപ്പിക്കേണ്ടിയിരിക്കെ, നീതിക്ക് അപ്പുറത്തേക്ക് കടന്നു ചെന്ന് കാരുണ്യം പ്രദർശിപ്പിച്ചതിന്റെ ചരിത്രം സംക്ഷിപ്തമായി വിവരിക്കുന്നത് ഈ തിരുമുറിവുകളിലാണ്. മനുഷ്യവംശത്തിലും വ്യക്തിയിലുമുള്ള ഏതൊരു തിന്മയെക്കാളും ശക്തമാണ് പിതാവിന്റെ സ്നേഹം എന്ന് നാം ഉത്ഥാനത്തിൽ അറിയുന്നു. വീണ്ടും പിതാവിന്റെ സ്നേഹം ഈ ലോകത്തിൽ സന്നിഹിതമാണ് എന്ന് നമ്മൾ അറിയുന്നു ഇതിലൂടെ. ആ കാരുണ്യം സ്നേഹത്തിന്റെ മാറ്റപ്പേരാണ്. ദൈവത്തിന്റെ കാരുണ്യം എന്നത് സ്നേഹത്തിന്റെ മറ്റൊരു പേരാണ്. ഗേഹന്നായിൽ അടയ്ക്കപ്പെടേണ്ടവരായിരുന്നു നമ്മൾ. അടയ്ക്കപ്പെടുകയും ചെയ്യേണ്ടുന്നവരായിരുന്ന നമ്മൾ, എന്നേക്കുമായി നഷ്ടപ്പെടേണ്ടവരായിരുന്ന നമ്മൾ, തിന്മ എന്ന യാഥാർത്ഥ്യത്തിന്റെ മുമ്പില് അടിമയായി വരേണ്ടിയിരുന്നവനായ മനുഷ്യൻ തിന്മയിൽ നിന്ന് മോചിതനായി നന്മയിലേക്ക് അവൻ പറിച്ച് മാറ്റപ്പെട്ട് അവന്റെ സത്താപരമായ നന്മയെ വീണ്ടെടുത്തുകൊണ്ട്, കൃപാവരത്തെ വീണ്ടെടുത്തുകൊണ്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞു നടക്കുന്നതിന്റെ പേരാ ഉത്ഥാനത്തിന്റെ മഹത്വം. ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ അങ്ങനെയാ. ക്രിസ്തുവിനോട് കൂടെ നാം അടക്കപ്പെട്ട്, ക്രിസ്തുവിനോട് കൂടെ നാം ഉയർപ്പിക്കപ്പെട്ട്, ക്രിസ്തുവിനോട് കൂടെ നാം സ്വർഗരാജ്യത്തെ ഇപ്പോൾ അച്ചാരമായും പിന്നീട് പൂർണ്ണമായും ആസ്വദിക്കുക ചെയ്യുന്നത്. അടുത്തതായി ഈ 6 ഖണ്ഡികൾക്ക് ശേഷം അദ്ദേഹം സബ് ടോപ്പിക് 8 പാപത്തെക്കാൾ മരണമായ, മരണത്തെക്കാൾ ശക്തമായ, പാപത്തെക്കാൾ ശക്തമായ സ്നേഹത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. കാൽവരിയിലെ കുരിശ്, വീണ്ടും അദ്ദേഹം കുരിശിനെ കുറിച്ചിട്ടാണ് സാക്ഷ്യം നൽകുന്നത്. കാൽവരിയിലെ കുരിശ് തിന്മയ്ക്കെതിരെയുള്ള എന്നത്തെയും സാക്ഷ്യമാണ്. ദൈവവും മനുഷ്യനും കൂടെ, അതായത് ദൈവം മനുഷ്യന് വേണ്ടി തിന്മയ്ക്കെതിരായി നേടിയ സനാതന വിജയത്തിന്റെ മുദ്രയുമാണത്.
കാരണം തിന്മയിൽ അകപ്പെട്ട് പോയ മനുഷ്യർ ഒരു വശത്ത്, ദോഷരഹിതനും നിഷ്കളങ്കരും ദോഷരഹിതനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും എന്ന് ഹെബ്രായ ലേഖന കർത്താവ് പറഞ്ഞ ക്രിസ്തു മറുവശത്ത്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ നടക്കുക. പൂർണ്ണമായ പകരക്കാരനായിക്കൊണ്ട് മനുഷ്യന്റെ പാപങ്ങളുടെ മേലുള്ള വിജയം ദൈവമോടെ കൊണ്ടാടുകയാണ്. പാപം അറിയാത്തവനെ പാപമാക്കിക്കൊണ്ട് നീതി നിർവഹിക്കപ്പെടുകയും നീതിയിലൂടെ നിവൃത്തീകരിക്കപ്പെടുന്ന കാരുണ്യം, നിലനിൽക്കുന്ന സ്നേഹം എന്നത് അവിടെ പ്രകാശിതമാവുകയും ചെയ്യുകയാണ്. അനുസരണക്കേടിനാൽ മരണം വന്നെങ്കിൽ മരണത്തോളം അനുസരണം ഉണ്ടായി. ശ്രദ്ധിക്കണേ ആ വാക്കിന്റെ മനോഹാരിത. അനുസരണക്കേടിനാലാണ് മരണം വന്നത്. മരണത്തോളമുള്ള അനുസരണത്താൽ അതിനെ കടം വീട്ടി. പാപം നിറഞ്ഞ മനുഷ്യകുലമാണ് ഒരു വശത്തുള്ളത്. പാപമില്ലാത്തവൻ മനുഷ്യനായി പിറന്ന് അവനിൽ പാപം ആരോപിക്കപ്പെട്ടതാണ് മറുവശത്തുള്ളത്. അതുകൊണ്ട് അവിടെ നമ്മൾ കാണുന്നത് രണ്ട് വിരുദ്ധ ശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. തിന്മയുടെ വേര് പാപം, മരണം എന്നതാണെങ്കിൽ, തിന്മ എന്നത് പാപത്തിലേക്കും പാപം മരണത്തിലേക്കും നയിക്കുമെങ്കിൽ ദൈവത്തിന്റെ കരുണാർദ്രമായ സ്നേഹം അത് നന്മയിലേക്കും, നന്മ സ്നേഹത്തിലേക്കും, സ്നേഹം നന്മ നിത്യജീവനിലേക്കും മനുഷ്യനെ നയിക്കുകയാണ്. അതുകൊണ്ട് ഒന്നുകൂടി അത് പറഞ്ഞാൽ ഇപ്രകാരമാണ്: തിന്മയിലകപ്പെട്ടു പോയ മനുഷ്യനും പാപരഹിതനായ ക്രിസ്തുവും തമ്മിലുള്ള ആ യഥാർത്ഥ വ്യവഹാരത്തിന്റെ ചിത്രമാണ് കാൽവരി കുരിശ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് പുത്തമ്പാനയിൽ നമ്മൾ കഴിഞ്ഞ നമ്മൾ പാടിയതാവുന്നു. എന്നാലും അത് ഓർമ്മിക്കാൻ വേണ്ടി പാടുക: മരത്താലേ വന്ന പാപം മരത്താലേ ഒഴിപ്പാനായി എന്ന് പറയുന്നത്. മരത്താലേ വന്ന പാപം, ആദിപാപത്തിന്റെ മരം, മരത്താലേ ഒഴിപ്പാനായി ഗാഗുൽത്തായിൽ വെച്ച് അവിടുന്ന് വധിക്കപ്പെട്ട കുരിശ്. അപ്രകാരം തന്റെ മരണം വഴി ക്രിസ്തു മരണത്തിന്റെ മേൽ മരണം ചുമത്തി. മരണത്തെ ക്രിസ്തു മരിപ്പിച്ചു. ഇനി മരണമില്ല. അതുകൊണ്ടാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുന്നു പറഞ്ഞത്. അവന് മരണമില്ല. മരണത്തെ ക്രിസ്തു തന്റെ മരണം കൊണ്ട് മരിപ്പിച്ചു. ഇതാണ് ഈ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ടോപ്പിക്കിന്റെ ഒന്നാമത്തെ ഖണ്ഡിക നമ്മളോട് പറയുന്നത്. വീണ്ടും കുരിശ് നൽകപ്പെടുന്ന ഒരു നമുക്ക് നൽകുന്ന മനുഷ്യന് നൽകുന്ന ഒരു ആനുകൂല്യമാണ്. യുഗാന്ത്യോന്മുഖപരമായ ഒരു അടയാളമാണ്. നിരാശനാകാതെ നിർഭീകനായി പിശാചിനോടും അവന്റെ ആഡംബരങ്ങളോടും എതിരിട്ടുകൊണ്ട് ദൈവോന്മുഖമായി ചരിക്കാൻ മനുഷ്യന് നൽകപ്പെടുന്ന സുശക്തവും സജീവവുമായ അടയാളമാണ് കുരിശ്. വീണ്ടും അതെങ്ങോട്ടാണ് മനുഷ്യനെ നയിക്കുന്നത്? ഇവിടെ യുഗാന്ത്യോന്മുഖപരമായ ഒരു രീതിയിലാണ് യേശയ്യാവിന്റെ ആ പ്രവചനത്തിന്റെ 61:1-2 ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അത് വായിച്ചത് അന്നത്തെ കോണ്ടെക്സ്റ്റിലാണ്. അതായത് യേശു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കൂടെയുള്ള ജനം കേട്ടോണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ ഇത് പറയുന്നത് യുഗാന്ത്യോന്മുഖപരമായ സംഗതിയാണ്. ഒരു കോണ്ടെക്സ്റ്റിലാ, ഒരു സന്ദർഭത്തിലാ പറയുന്നത്. ഇവിടെ ഏതാണ് ആ വാക്യം? ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടം തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും. ഡിക്ലയേർഡ്. നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും കർത്താവിന്റെ കൃപാവത്സരവും വിലപിക്കുന്നവർക്ക് സമാശ്വാസവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. ഇത് കുരിശിന്റെയും കൂടി ലക്ഷണമാണ്. കാരണം അന്ത്യവിധി ദിവസത്തില് ഈ സംഗതി നടക്കും. ദൈവത്തിന്റെ പ്രതികാര ദിനം എന്ന് പറയുന്നത് അന്ന് നടക്കൂല്ലോ. ഇപ്പോഴെന്താ ഇതൊന്നും ഇല്ലാത്തതെന്ന് നമ്മൾ ചോദിക്കണ്ട. ഇപ്പൊ ഇല്ലാത്തത് അത് അബ്രാകർത്താവ് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഈ ശരിക്കും ദൈവത്തിന്റെ പണി എടുക്കാൻ വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് ഉത്സുകരാണ്. ഒരാൾക്കൊരു അപകടം വന്നാൽ നമ്മൾ പറയും, കണ്ടില്ലേ അവൻ ആ അപകടം വന്നതിന്റെ കാരണം ഇതിന്റെ ഇപ്പുറത്തെ ഇങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും. നേരെ തിരിച്ച് നമ്മൾ വേറൊരു സംശയം ചോദിക്കും,
ഇതെന്നാന്നേ ഇത്രയും പേർക്ക് ഇവരൊക്കെ ഇങ്ങനെ ആയിട്ട് ഇവർക്ക് ഇങ്ങനെ സുഖം എന്നാന്നേ? നമുക്കൊക്കെ ഭയങ്കര കഷ്ടപ്പാട്. ഇത്രയും അതിക്രമങ്ങളും അതും ഇതുമൊക്കെ ചെയ്തിട്ട് ഒരാളെന്നുള്ള അർത്ഥത്തിൽ ഈ ലോകത്തിൽ ഇത്രയും തിന്മ പെരുകിയിട്ട് ഇതെന്നാന്നേ നശിപ്പിക്കാത്തത്? ഇതിനെന്താ ഒരു അപകടവും വരാത്തത്? അങ്ങനെ വരുമ്പോൾ ഒരു കൊറോണ വരും, ഉടനെ നമ്മൾ ഇത് ദൈവം ഇങ്ങനെ കൊണ്ടു, ഇത് ദൈവം എല്ലാവരും കൂടെ സൃഷ്ടിച്ചത്, ഇത് ദൈവം ശിക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ശരിയാകില്ലായിരുന്നു, അത്രയും തിന്മയുണ്ടായിരുന്നു. നമ്മൾ ദൈവത്തിന്റെ പണിയെടുത്തോണ്ടിരിക്കുക. നിങ്ങൾ ദൈവത്തെ പോലെ ആവുന്ന കൊണ്ട് പിശാച് പറഞ്ഞില്ലായിരുന്നോ? അത് നടന്നുകൊണ്ടിരിക്കുക. ദൈവം തരുന്ന ഓരോ സംഗതികൾക്കും ദൈവം ഇതിനു വേണ്ടിയാവുന്നു അതിനു വേണ്ടിയാവുന്നു പറഞ്ഞിട്ട് ദൈവത്തെ അളക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അതിനെ നമ്മൾ സ്വീകരിക്കുകയും എന്തുകൊണ്ടാണെന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് നമുക്ക് അറിയില്ല എന്നുള്ള ബോധ്യം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ആദ്യം ദൈവജനമനസ്സ് നമ്മൾ വിധേയപ്പെടുന്നത്. ഇവിടെ കൊയ്ത്തു വരെ രണ്ടും ഒരുമിച്ച് വളരട്ടെ എന്നല്ലേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 13:24 മുതൽ 30 വരെയുള്ള വിളകളുടെ ഉപമയിൽ പറയുന്നത്? രണ്ടും വളരുന്നേ, രണ്ടും വളരും. കാരണം അത്തരം ഒരു യുഗാന്ത്യോന്മുഖപരമായ സമീപനമില്ലാത്ത തിന്മയെ നമുക്കൊരിക്കലും കൃത്യമായി സമീപിക്കാനോ തിന്മയുടെ അസ്തിത്വത്തെ മനസ്സിലാക്കാനോ നമുക്ക് സാധ്യമല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സ്പേസ് ആൽബിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തിന്മ ഇങ്ങനെ പ്രിവൈലന്റ് ആയിട്ട് നിൽക്കുന്നത്? സ്പേസ് ആൽബിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അതെ. അപ്പൊ അതിനെ നമുക്ക് യുഗാന്ത്യോന്മുഖപരമായിട്ട് മാത്രമേ സമീപിക്കാൻ പറ്റുള്ളൂ. എന്നാൽ യുഗാന്തപരമായി ഈ നിറവേറൽ ഉയിർപ്പിലും ക്രിസ്തുവിന്റെ ക്രൂശിലും മരണത്തിലും ഉയിർപ്പിലും പണ്ടേ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. പണ്ടേ സ്ഥാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും അന്നത്തെ ക്രൂശ് മരണത്തിലൂടെ ആ ഒരു സംഭവത്തിലൂടെയും അവിടുത്തെ രക്ഷാകര രഹസ്യത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടു കഴിഞ്ഞു. വിശ്വസിക്കാത്തവൻ അവനിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പണ്ടേ ശിക്ഷാവിധിക്ക് വിധേയമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. അവനിൽ വിശ്വസിക്കാതിരിക്കുന്നതാ ഏറ്റവും വലിയ നരകം. അതിന്റെ പൂർണ്ണതയാ പിന്നെ യുഗാന്ത്യോപരി അതിന് ശേഷം അപ്പുറത്തേക്ക് വരുന്നത്. അവനിൽ വിശ്വസിക്കുക എന്നതാ സ്വർഗഭാഗ്യം. ഇപ്പോൾ നാം കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നു, അപ്പോൾ സുവ്യക്തമായി അവനോടൊപ്പം കാണും എന്നതേ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ നാം ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ അവിടുത്തെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നു, അച്ചാരമായി ഭക്ഷിക്കുന്നു. പിന്നീട് അവിടുത്തെ നിത്യവിരുന്നിൽ നാം പങ്കുചേരുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം, അത്രയേ ഉള്ളൂ. അപ്പോ അത് സ്ഥാപിക്കപ്പെടുകയും ഈ രക്ഷയും ശിക്ഷയും യഥാർത്ഥത്തിൽ അനുഭവിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരാൻ വിമുഖത കാണിക്കുന്നവൻ ഇപ്പോഴേ ഇരുട്ടിലാന്നേ. യേശുവിന്റെ സന്നിധിയിലേക്ക് അടുക്കാതെ അകന്നു നിൽക്കുന്നവൻ ഇപ്പോഴേ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവന്റെ മഹത്വം എവിടെ? അവന്റെ നിത്യത്വം എവിടെ? അവനിൽ ദൈവം നിക്ഷേപിച്ച കൃപ എവിടെ? കൃപാവരം എവിടെ? ദയ എവിടെ? കാരുണ്യം എവിടെ? മഹനീയത എവിടെ? എല്ലാം കളഞ്ഞു വിളിച്ചില്ലേ? അപ്പോ ഇവിടുന്ന് തന്നെ ശിക്ഷ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോ അതങ്ങനെ അങ്ങോട്ടൊക്കെ അനുഭവിക്കുന്നതായിട്ട് അയാൾക്ക് ബോധ്യപ്പെടുകയുണ്ടാവില്ല. പക്ഷെ അവസാനമൊക്കെ അത് അറിയുക തന്നെ ചെയ്യും. അപ്പോ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന വെളിപാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല 21-ാം അധ്യായത്തിന്റെ 4-ാം തിരുവചനം. അതാണ് ഏറ്റവും അവസാനമായിട്ട് രണ്ടാമത്തെ ഖണ്ഡികയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമ്മളെ ദൈവോന്മുഖമായി അടുപ്പിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന ഏറ്റവും അതിമനോഹരമായ സ്വർഗവാസത്തിലേക്ക് നമ്മളെ ആനയിക്കുന്ന ദൈവത്തിന്റെ കരുണയുടെ അതുല്യമായ പ്രകാശനമാണ് കുരിശിൽ നടന്നത്, കാൽവരിയിൽ നടന്നത്. അത് ഇന്ന് സ്നേഹവും കരുണയും ഇനി വളരെ ശ്രദ്ധിച്ച് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു സംഗതി 3-ാമത്തെ ഖണ്ഡികയിലുണ്ട്. അതുകൊണ്ട് വളരെ ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇന്ന് എന്ന് പറയുന്ന കാലഘട്ടം ഒരു വശത്ത്, യുഗാന്ത്യം എന്ന് പറയുന്ന സമയം മറുവശത്ത്. രണ്ടും രണ്ട് കയ്യിലായിട്ടൊന്ന് സങ്കല്പിച്ചോണേ. ഇന്ന് എന്ന് പറയുന്നത് നിന്റെ ഇടതുവശത്ത്, ഇന്ന്. യുഗാന്ത്യം എന്ന് പറയുന്നത് വലതുവശത്ത്. ഇന്ന് കരുണയായി നമുക്ക് അനുഭവപ്പെടുന്നത് യുഗാന്ത്യത്തിൽ സ്നേഹമായി നാം അനുഭവിക്കും.
ഇന്ന് ദൈവത്തിന് നമ്മളോട് കരുണയാ തോന്നുന്നത്. കാരണം നമ്മൾ പാപികളാണ്, ഏറ്റവും ദുർഭകരായ പാപികളാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് എങ്ങനെയാണ് കരുണ ചൊരിയുന്നത് എന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കുരിശിൽ നോക്കിക്കഴിഞ്ഞാൽ നാം അനുഭവിക്കേണ്ടുന്ന സകല ഹേമദണ്ഡങ്ങളും അനുഭവിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് അവൻ കുരിശിൽ മരിച്ച് പിതാവിന്റെ സ്നേഹത്തിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ തക്കവണ്ണം പുത്രൻ കൃപയുള്ളവനായി. അപ്പൊ നമുക്ക് ഇന്ന് കരുണയാ ലഭിക്കുന്നത്. എന്നാൽ യുഗാന്ത്യത്തിൽ കരുണയല്ല നമുക്ക് ലഭിക്കുന്നത്, സ്നേഹമാ പ്രത്യക്ഷപ്പെടുന്നത്. സ്നേഹമാ പ്രത്യക്ഷപ്പെടുന്നത്. എന്താ കാര്യം? അപ്പൊ നമുക്ക് കരുണയല്ല വേണ്ടത്, കരുണയുടെ പൂർത്തീകരണമായ സ്നേഹത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് സ്നേഹം കരുണയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നെങ്കിൽ, ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ കരുണയുടെ രൂപത്തിൽ ഇന്ന് പ്രത്യക്ഷപ്പെടുന്നുവെങ്കിൽ, അന്ന് ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ സ്നേഹമായി പ്രത്യക്ഷപ്പെടും. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനുഷ്യന്റെ പാപത്തോടും മരണത്തോടും ആ ഭൗമിക ജീവിതത്തോടും സംവദിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം കരുണയുടെ രൂപം ധരിക്കുന്നു. എന്നാൽ അതിന്റെ പൂർണ്ണതയിൽ കാരുണ്യം ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിലുള്ള നമ്മുടെ വിലയനവുമായി, നമ്മുടെ ഒത്തുചേരലുമായി പരിണമിക്കുന്നു. ഇപ്പൊ ചുരുക്കത്തില് കുരിശിൽ ഇതാണ് സംഭവിക്കുന്നത്. കുരിശ് നമുക്ക് കാരുണ്യം തരുന്നു, നമ്മുടെ ഭാവിയിലേക്ക് അത് ദൈവത്തിന്റെ സ്നേഹം തരുന്നു മുമ്പിൽ. എന്നാൽ ഇതിനോടൊപ്പം തന്നെ ഒരു സംഗതി നാം അറിയേണ്ടതുണ്ട്. അവിടെയാണ് അദ്ദേഹം വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നത്. ഇവയൊക്കെയും ഇന്ന് കാരുണ്യമായും നാളെ സ്നേഹമായും, നാളെ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടുള്ള നാളെ അല്ല, യുഗാന്ത്യോന്മുഖമായി സ്നേഹമായും പ്രത്യക്ഷപ്പെടുന്ന കുരിശിന്റെ ആഹ്വാനത്തിന് മനുഷ്യൻ സ്വതന്ത്രമായി പ്രത്യുത്തരിക്കേണ്ടതുണ്ട്. കണ്ടാലും ഞാൻ വാതിൽക്കൽ തള്ളിക്കയറുന്നു എന്നല്ല വാക്ക്. വെളിപാടിന്റെ പുസ്തകത്തിന്റെ 3:20 ഇപ്രകാരമാണ്: കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്ന് തന്നാൽ ഞാൻ അവന്റെ അടുക്കലേക്ക് വരും. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽക്കലേക്ക് വന്നാൽ ഞാൻ അവന്റെ അടുക്കലേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഇത് മനുഷ്യന്റെ മഹനീയതയുടെ ഒരു വലിയ പ്രകാശനമാണ്. നമ്മൾ നേരത്തെ കണ്ടതാ. ഈ സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുക്കുന്നത് വഴിയായി, ദൈവം തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് വഴിയായിട്ട് മനുഷ്യന് ഈ ഈ സ്നേഹത്തിന്റെ മേലൊരു അവകാശം സ്ഥാപിക്കുക ചെയ്യുന്നത്. ഞാൻ മെനക്കെട്ടിട്ടാണ് എനിക്കിത് കിട്ടിയത്. അതേസമയം അത് തികച്ചും സൗജന്യമാണ് എങ്കിൽ പോലും അത് സ്വീകരിക്കാനുള്ള മനോഭാവം മനുഷ്യനിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ചുരുക്കത്തിൽ കൃപ എന്ന് പറയുന്നത് നിർബന്ധമായി നിന്റെലേക്ക് ഒഴുകുന്നതല്ല. നീ ആവശ്യപ്പെടുമ്പോൾ, നിന്റെ ഹൃദയം ഉയർത്തുമ്പോൾ അങ്ങോട്ട് ചൊരിയുന്നതാണ്. അല്ലാതെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അനന്ത പദ്ധതിയിൽ ഉണ്ടാവാം. പക്ഷേ സാധാരണഗതിയിൽ അവിടുത്തോട് യാചിക്കാതെ, യാചിക്കുക എന്ന് പറഞ്ഞാൽ മനോഭാവത്തോടു കൂടെ നാം ആയിരുന്നാൽ, മനുഷ്യന്റെ സ്വതന്ത്രമായ ഇച്ഛയിലാണ് രക്ഷ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്, രക്ഷ ആസ്പദമാക്കിയിരിക്കുന്നത്. രക്ഷയുടെ ഒരു പ്രചോദനം അതാണ്. വീണ്ടും ക്രൂശിതൻ എന്ന നിലയിൽ അവിടുന്ന് ഓരോ ഹൃദയത്തിലും മുട്ടി വിളിക്കുന്നുണ്ട് എന്നാണ് മാർപ്പാപ്പ നമ്മളോട് പറയുന്നത്. ക്രൂശിതനായ ക്രിസ്തു നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തില്, ഹൃദയത്തിൽ മുട്ടി വിളിക്കുന്നുണ്ട്. പക്ഷെ ഈ മുട്ടി വിളിക്കുന്നത് സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നില്ല. ഈ സ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്നേഹം പുറപ്പെടുവിപ്പിക്കാൻ അത് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു. സ്വതന്ത്രമായ സ്നേഹത്തോടു കൂടി കുരിശിന്റെ സത്തയെ, കുരിശിന്റെ നന്മയെ, കുരിശിൽ നിന്ന് പുറപ്പെടുന്ന കൃപയെ, കുരിശിതനായ യേശുവിനെ സ്വീകരിക്കാനുള്ള നമ്മുടെ മനോഭാവത്തെ അവിടുന്ന് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യത്താൽ നാം നമ്മുടെ പിതാവിന്റെ പുത്രനോട് പ്രത്യേക കാരുണ്യം കാണിക്കുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നു. ഒന്നുകൂടെ മനസ്സിലാക്കണേ, മാനസാന്തരപ്പെടുന്നതിലൂടെ, എന്റെ കർത്താവെ എന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറയുന്നതിലൂടെ, എന്ന് നമ്മൾ അപേക്ഷിക്കുന്നതിലൂടെ
പുത്രന്റെ പിതാവിന്റെ ആഗ്രഹത്തോട്, പുത്രന്റെ പ്രസൻസിനോട്, പുത്രന്റെ സാന്നിധ്യത്തോട് നാം പ്രത്യേകമായി കരുണ കാണിക്കുന്നു. കരുണ എന്നുള്ളതിന് അപ്പോസ്ട്രോഫി 2 വശത്തും 2 കൊമ്പിടണം കേട്ടോ. നാം കരുണ കാണിക്കുന്നു എന്നാ പറയുന്നത്. അതായത് ദൈവത്തിന്റെ സമീപത്തായിരിക്കുമ്പോൾ, ദൈവത്തോട് ഒത്തായിരിക്കുമ്പോൾ, ദൈവത്തെ ആഹ്ലാദിപ്പിക്കാനും അവിടുത്തെ തിരുഹിതമറിഞ്ഞ് ജീവിക്കാനും അതനുസരിച്ച് അവിടുത്തെ പ്രസാദിപ്പിക്കാനും നാം തീരുമാനമെടുക്കുമ്പോൾ അത് ദൈവത്തോട് കാണിക്കുന്ന പുത്രസ്നേഹത്തിൽ അധിഷ്ഠിതമായ കരുണയാണെന്ന് സാക്ഷിച്ചാൽ, അങ്ങനെ പറഞ്ഞാൽ അത് തടയാൻ എനിക്കാവില്ല, ആർക്കും ആവില്ല. അത്രമേൽ സൗന്ദര്യമുള്ളതാണ് ആ വാക്കുകൾ. ദൈവത്തോട് നമ്മൾ കരുണ കാണിക്കുകയാണ് എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും തന്റെ കാരുണ്യം നേടാൻ തക്കവണ്ണം കരുണയുള്ളവരാകാൻ അവിടുന്ന് മനുഷ്യനോട് കരുണ കാണിക്കുന്നു. അത് അടുത്ത സംഗതി. അത് ഒരു ട്വിസ്റ്റാ. നാക്കിങ്ങനെ കിടന്നിട്ട് പിന്നെ കരുണ 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 എന്ന് പറയും. പക്ഷെ എന്താണ് സംഗതി എന്നുള്ളത് കൃത്യം ആലോചിക്കണം. ഒന്നുകൂടെ ഞാൻ പതുക്കെ പറയാം, അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. തന്റെ കാരുണ്യം നേടാൻ തക്കവണ്ണം കരുണയുള്ളവനാകാൻ, അതായത് ദൈവത്തിന്റെ കാരുണ്യം നമ്മൾ നേടാൻ തക്കവണ്ണം നമ്മൾ കരുണയുള്ളവനാകാൻ, അങ്ങനെ ഒരു മനോഭാവം നമ്മളിൽ വളരാൻ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നു. അതായത് എന്താ, അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. വളരെ പെട്ടെന്ന് മനസ്സിലാകും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 25-ാം അധ്യായത്തിലെ നമ്മൾ മനുഷ്യന്റെ 6 മഹാദുരിതങ്ങളെ കുറിച്ചിട്ടും തത്സംബന്ധമായ പ്രബോധനത്തെ കുറിച്ചിട്ടും നമ്മൾ ഏറെ പഠിച്ചതാണ്. മനുഷ്യൻ താൻ രോഗിയായിരുന്നു, മനുഷ്യന്റെ 6 മഹാദുരിതങ്ങൾ, രോഗം, നഗ്നത, വിശപ്പ്, നിങ്ങൾക്കറിയാം, പരദേശിത്വം, ഇങ്ങനെ ഈ 6 മഹാദുരിതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, അത് ഞാൻ തന്നെയാണ്. അപ്പോ ചിലര് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിന്നെ എപ്പോഴാണ് ഞങ്ങൾ കണ്ടത്? ഞാനിങ്ങനെ അവിടെ ഉണ്ടായിരുന്നു. നിന്നെ എപ്പോഴാണ് ഞങ്ങൾ അങ്ങനെ കണ്ടത്? ഈ ചെറിയവരിൽ ഒരുവൻ അതേമാതിരി ഒരേ ചോദ്യമാണ് 2 കൂട്ടരും ചോദിക്കുന്നത്. കരുണ കാണിച്ചവനും ചോദിക്കുന്നു, ഞങ്ങളെപ്പോഴാണ് നിന്നെ കണ്ടത്? ഈ ചെറിയവരിൽ ഒരുവന് കൊടുത്തപ്പോ. ചുരുക്കത്തിൽ കരുണ കാണിച്ചവനാണ് അവിടെ കരുണ ലഭിച്ചത്. കരുണ ലഭിക്കാൻ തക്കവണ്ണം കരുണ കാണിക്കാൻ മനുഷ്യ മനസാക്ഷിയെ ഒരുക്കുന്ന ദൈവത്തിന്റെ കരുണയെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ഇപ്പൊ 3 കരുണയുണ്ടേ. ഒന്നാമത്തേത് നമ്മൾ കാണിക്കുന്ന കരുണ, രണ്ടാമത്തേത് നമ്മളോട് കാണിക്കുന്ന കരുണ. നമ്മൾ കരുണ കാണിക്കുന്നതിനാൽ ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണ. അതാണല്ലോ എന്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചോളാൻ പറഞ്ഞത്. നിങ്ങളൊക്കെ കരുണ കാണിക്കാത്തവരല്ലേ, അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞത്. ഇനി കരുണ കാണിച്ചവരോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് കരുണ കാണിച്ചത്. ഓക്കെ, ഇനിയാണ് അടുത്തത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ കരുണ കാണിക്കാനുള്ള മനോഭാവം നമ്മളിൽ ഉണ്ടാകാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളോട് ദൈവം കരുണ കാണിച്ചു. അങ്ങനെ ആത്മന അവിടുത്തെ സ്വീകരിക്കാൻ വേണ്ടി, ആത്മന അവിടുത്തെ മുമ്പിലായിരിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ അവിടുന്ന് കരുണാപൂർവ്വം ക്ഷണിക്കുകയും അവിടുത്തെ കരുണയാൽ നിറയ്ക്കുകയും ചെയ്തു. തൽഫലമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളവനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കരുണയ്ക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ പുരോഹിതനും ലേവായനും മറ്റനേകരും ചെയ്തതുപോലെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി പോകാം. അവിടെ കരുണ പ്രവർത്തനക്ഷമമാകുന്നില്ല. അവർക്ക് കരുണയില്ലായിരുന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഈ പറയുന്ന ലേവായനും പുരോഹിതനും ഒക്കെ അവരൊക്കെ നിങ്ങളെക്കാളും എന്നെക്കാളും വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാ. അവിടെ കിടന്നു കഴിഞ്ഞപ്പോഴേ, അവന്റെ ആ കിടപ്പ് കണ്ടപ്പോഴേ അവര് പറഞ്ഞു കാണും, ഓ ഇവൻ ഇനി അധികം ആയുസ്സൊന്നും ഉണ്ടാകുകയില്ല, പാവം, എന്തൊരു കഷ്ടമാണ്, നമുക്ക് ഇവന്റെ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഓ കഷ്ടമായി പോയല്ലോ, ആരാന്ന് പോലും അറിയത്തില്ലല്ലോ, ഏത് ജാതിയാന്നോ ഏത് കുലവാന്നോ ഒന്നും അറിയത്തില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ അവന്റെ വസ്ത്രങ്ങൾ ഊരിയെടുത്താണല്ലോ പോയത്. അപ്പൊ ഈ തൊങ്ങലുകളിലാണല്ലോ മനുഷ്യനെ അറിയുന്നത്. അതൊക്കെ കഴിഞ്ഞാൽ പച്ചയായ മനുഷ്യനെ എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ്. അവിടെ കിടക്കുന്ന ഒരു പ്രതിഭാസം, ഒരു ഫിനോമിനയാണ്. അവന് പേരില്ല, ഊരില്ല, നാടില്ല, ഒന്നുമില്ല. പോയവനും വരുന്നവനും ഒക്കെ ഐഡന്റിറ്റി ഉള്ളൂ. അപ്പൊ അവരെയൊക്കെ കണ്ട്
അവരൊക്കെ അവനെ കണ്ട് മനസ്സിലാക്കി. പക്ഷെ പ്രവർത്തന നിരതമായ കരുണ എന്ന് പറഞ്ഞത് ആ മനുഷ്യനെ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് കരുണ ഉണ്ടാകുക എന്നുള്ളത് അടിസ്ഥാനപരമായി ദൈവം നമ്മളെ ക്ഷണിക്കുന്നതാണ്. എന്നാൽ പുറപ്പെട്ടു ചെല്ലുന്ന കാരുണ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടുത്തെ നമ്മളെ തേടി വന്ന കാരുണ്യത്തിലേക്ക് അവിടുന്ന് നമ്മളെയും പ്രവേശിപ്പിക്കുന്നു. രണ്ടിടത്തും പുറപ്പെട്ടു ചെല്ലല. നമ്മൾ സഹജീവിയുടെ ജീവിതത്തിലേക്ക് പുറപ്പെട്ടു ചെല്ലുന്ന കാരുണ്യം, കുരിശിൽ നിന്ന് നമ്മെ തേടി വരുന്ന കാരുണ്യം, ഇത് തമ്മിലാ കൂട്ടിമുട്ടുന്നേ. അല്ലാതെ യോ കഷ്ടം, അവിടെ കിടന്ന് കഷ്ടപ്പെടുമായിരിക്കും പാവം എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തമ്പുരാനും പറയും, അയ്യോ കഷ്ടം, നരകത്തിലേക്ക് പോകാനുള്ളതാണല്ലോ, വലിയ കഷ്ടമായിപ്പോയി. എനിക്ക് എങ്ങനെയാ തോന്നുന്നത്? ഇനിയിപ്പോൾ അതൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതല്ല, എന്നാലും ഞാനിത് മനസ്സിലാക്കുന്ന ഒരു രീതി പറഞ്ഞതാണ്. അപ്പൊ ചുരുക്കത്തില് പിതാപുത്ര പരിശുദ്ധാത്മാവ് തമ്മിലുള്ള അഗാധമായ ഐക്യം, ഈ ഐക്യത്തിൽ അടങ്ങിയിരിക്കുന്ന നീതി, സ്നേഹം, കരുണ, ഈ മൂന്ന് നമ്മൾ മനസ്സിലാക്കണേ. ഇതിനു മുമ്പ് നമ്മൾ നീതി എന്നും സ്നേഹമെന്നും കരുണയെന്നും ധാരാളം തവണ പറഞ്ഞത് വളരെ കൃത്യമായ അർത്ഥത്തോടു കൂടെയാണ്. പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ ബന്ധത്തിൽ നീതിയുണ്ട്. അവര് തമ്മിലുള്ള ബന്ധത്തിലെ നീതിയല്ല പറയുന്നത്. മനുഷ്യൻ നീതിക്ക് വിധേയനാണ്. എന്നാൽ ആ നീതിയെ ഉല്ലംഘിക്കുന്ന കരുണയാൽ നമ്മളെ നിറയ്ക്കുകയും സ്നേഹത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതത്തിലേക്കും നീതിയെ ഉല്ലംഘിക്കുന്ന കരുണയെ പ്രകാശിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിലേക്ക് നടന്നെടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടു കൂടെയുള്ള ഈ സ്വീകരണത്തിൽ ദൈവം മഹത്വപ്പെടുകയും മനുഷ്യൻ ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. ദൈവിക പ്രകാശനത്തിന്റെ പരമകഷ്ടയാണ് പെസഹ രഹസ്യം. 5-ാം ഘട്ടിക അപ്രകാരമാണ് ആരംഭിക്കുന്നത്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:9 എന്ന പെസഹ സമയത്ത് തൊട്ടു മുമ്പായിട്ടാണ്, അന്ത്യത്താഴത്തിന്റെ ആ തൊട്ടു മുമ്പായിട്ടാണ് യേശു പറയുന്നത്. പിതാവിനെ എങ്ങനെയാ പെസഹായിൽ കാണുന്നത്? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നുള്ളത് പാസ്റ്റ് ടെൻസിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. ഇനി അങ്ങോട്ടുള്ളതും അത് അങ്ങനെ തന്നെയാ. പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് വെളിവാകാൻ പോകുന്ന ക്രൂശീകരണത്തിന്റെ നിമിഷങ്ങളിലെല്ലാം എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഞാൻ എന്തുകൊണ്ട് ഉപേക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഉത്തരം നിങ്ങൾ പിതാവിൽ തേടുന്നു. ഞാൻ എന്തുകൊണ്ട് അടിയലിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഉത്തരം നിങ്ങൾ പിതാവിൽ അന്വേഷിക്കുക. ഞാൻ എന്തുകൊണ്ട് വിവസ്ത്രനാക്കപ്പെടുന്നു, എന്തുകൊണ്ട് എന്റെ തിരുത്തലയിൽ മുൾമുടി ധരിപ്പിക്കപ്പെടുന്നു, എന്തുകൊണ്ട് ഞാൻ പരിഹാസ രാജാവായിട്ട് വാഴിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഉത്തരം നീ പിതാവിങ്കൽ അന്വേഷിക്കുക. അവിടുന്ന് നിന്നോട് പറഞ്ഞു തരും നീ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. വേദനയിൽ എന്തുകൊണ്ട് ക്രിസ്തുവിന് കാരുണ്യം ലഭിച്ചില്ല എന്നുള്ളത് അതിന്റെ യഥാർത്ഥ കാരണം നമ്മൾ പിതാവിൽ കാണുക. മനുഷ്യന് വേണ്ടി എന്തുകൊണ്ട് ക്രിസ്തുവിനെ ഒഴിവാക്കിയില്ല എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നീ പിതാവിൽ കാണുക. ഏറ്റവും അർത്ഥസാന്ദ്രമായ ഒരു കൈമാറ്റം അവിടെ നടക്കുന്നില്ലേ? കൊലയ്ക്കും കൊള്ളിവെപ്പിനും കവർച്ചയ്ക്കും ശിക്ഷിക്കപ്പെട്ട് തടവറയിൽ അടയ്ക്കപ്പെട്ട ബറാബാസ് എന്ന മകൻ എന്ന കൊള്ളക്കാരൻ ഒരു വശത്ത്, നിഷ്കന്മഷനും ദോഷരഹിതനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനുമായ ദൈവപുത്രൻ മറുവശത്ത്. ആർ ശിക്ഷ അനുഭവിക്കണം? ഒരുവനെ വിട്ടുതരിക പതിവുണ്ടല്ലോ, ആർ ശിക്ഷ അനുഭവിക്കണം? ഉത്തരം വന്നു, ബറാബാസിനെ വിട്ടുതരിക, അവനെ ക്രൂശിലേറ്റുക. അങ്ങനെ പാപി എന്ന് മുദ്രയടിക്കപ്പെട്ട് സംശയരഹിതമായി പാപിയായിരുന്നവൻ രക്ഷിക്കപ്പെടുകയും ഞാൻ ഇവനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് ഏതു നീതിപീഠം പറഞ്ഞോ ആ നീതിപീഠത്തിന്റെ സാക്ഷീകരണത്തോടു കൂടെ നിഷ്കളങ്കൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യന് കാരുണ്യം ലഭിക്കാൻ വേണ്ടി, മനുഷ്യന് വിടുതൽ ലഭിക്കാൻ വേണ്ടി, മനുഷ്യന് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി ദൈവത്തിന്റെ പുത്രൻ അസ്വാതന്ത്ര്യത്തിലേക്ക്, നിഷ്ഠൂരതയിലേക്ക്, ക്രൂരമർദ്ദനത്തിലേക്ക് എടുക്കപ്പെട്ടു.
അവിടെ എടുക്കപ്പെട്ടവന്റെ പേര് അപ്പന്റെ മകൻ എന്നായിരുന്നെങ്കിൽ, യേശുമിശിഹ എന്ന അപ്പന്റെ മകനായിരുന്നെങ്കിൽ, സ്വതന്ത്രനാക്കപ്പെട്ടവന്റെ പേരും അപ്പന്റെ മകൻ എന്ന് തന്നെയായിരുന്നു. ബർ ആബ എന്നായിരുന്നു. അപ്പന്റെ മകൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് നമുക്ക് ഉത്തരങ്ങളെല്ലാം പീലിപ്പോസിനോട് പറഞ്ഞ ഈ വാക്യത്തിൽ അന്വേഷിക്കാം. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ക്രിസ്തുവിന്റെ മഹത്വത്തിൽ കാണുന്നവനല്ല, ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളിലല്ല പിതാവിനെ തെളിമയാർന്ന് നമ്മൾ കണ്ടത്, ക്രിസ്തുവിന്റെ പരസ്യ ജീവിതത്തിലുമല്ല. അവിടെയൊക്കെ നമ്മൾ കണ്ടു, തീർച്ചയായിട്ടും കണ്ടു. മഹാസാന്നിധ്യത്തെ നമ്മൾ കണ്ടു, പിതാവിന്റെ സ്നേഹത്തെ നമ്മൾ അനുഭവിച്ചു. പക്ഷേ അതതിന്റെ പരമകാഷ്ഠയിലെത്തുന്നത് ക്രൂശിലെ നിശബ്ദതയിലാണ്. ക്രൂശിൽ നടത്തപ്പെട്ട നീതിയിലാണ് ദൈവത്തിന്റെ പിതാവിന്റെ സ്നേഹം നമ്മൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വളരെ വെളിവായി തെളിവായി നിൽക്കുന്നു പീലിപ്പോസിനോട് പറഞ്ഞ വാക്യം, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പീലിപ്പോസെ, നീ ഇതറിയുന്നില്ലേ? കുരിശില് അവിടുന്ന് മാനുഷിക കാരുണ്യം തേടുകയാണ്. മാനുഷിക കാരുണ്യം തേടുന്നു, ദൈവത്തിന്റെ കാരുണ്യം തേടുന്നു. അവിടുന്ന് സകല മനുഷ്യരുടെയും തന്റെ ദൈവത്തിന്റെയും കാരുണ്യം അവിടുന്ന് തേടുന്നുണ്ട്. ഏറ്റവും ഹൃദയ ഭേദകമായ വാക്യമല്ലേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? പലരും പല വിശദീകരണങ്ങളും ഈ ഒരു വാക്കിന് കൊടുക്കാറുണ്ട്. ചിലര് പറയുന്നത് അത് ഈ സങ്കീർത്തനങ്ങളിലെ ഒരു ഭാഗമാണ്, 22-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്കുകളാണെന്ന്. അല്ലെന്നാരും പറയാൻ പറ്റുകയില്ല. അതെ, തീർച്ചയായിട്ടും അതെ. 22-ാം സങ്കീർത്തനം വളരെ അത്ഭുതകരമായ വിധത്തില് ക്രൂശീകരണത്തിന്റെ പ്രവചനമായി കരുതപ്പെടുകയും അത് അങ്ങനെ കൂട്ടിച്ചേർത്ത് നമുക്ക് വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും അതെ. പക്ഷേ മറ്റൊരു തലത്തിലും കൂടെ ഇതിനെ സമീപിക്കാനാവും. ഈ 22-ാം സങ്കീർത്തനത്തിന്റെ പ്രഥമ വാക്യത്തെ ഉപയോഗിച്ച് ക്രിസ്തു തന്റെ സ്ഥിതിയെ വെളിപ്പെടുത്തുകയായിരുന്നുവെങ്കിലോ? ഉദാഹരണത്തിന്, എന്റെ ചിത്തം കർത്താവിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞ പരിശുദ്ധ മറിയം തിരുവചനങ്ങൾ ഉപയോഗിച്ച് തന്റെ മനോഭാവത്തെ വെളിപ്പെടുത്തുകയായിരുന്നില്ലേ? അതുപോലെ തിരുവചനങ്ങൾ ഉപയോഗിച്ച് കർത്താവ് തന്റെ മനോഭാവത്തെ വെളിപ്പെടുത്തുകയായിരുന്നുവെങ്കിലോ, തന്റെ ആന്തരിക അനുഭവങ്ങളെ വെളിപ്പെടുത്തുകയായിരുന്നുവെങ്കിലോ? ക്രിസ്തുവിന്റെ പീഡാസഹനം രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം, കൃത്യം രണ്ടായിട്ട്. അത് വേറൊന്നുമല്ല, കാണാവുന്നതും കാണപ്പെടാത്തതും. കാണാവുന്നത് നമുക്കറിയാം, അവന്റെ പുറം ഉഴവുചാൽ പോലെയായി, ഒരു മനുഷ്യനെ പോലെ അല്ലാത്ത വിധത്തിൽ അവൻ മർദ്ദിക്കപ്പെട്ടു. സേനകളുടെ ഒരു വ്യൂഹത്തെ മുഴുവൻ അവന്റെ മുമ്പിൽ അണിനിർത്തി. അവരവരുടെ താടിമീശ വലിച്ചു പറിക്കാനും അവനെ തുപ്പാനും അവന്റെ തലയിൽ അവനെ അടിക്കാനും തുടങ്ങി. കണ്ണുകെട്ടിയിട്ട് അവനെ കന്നത്തടിച്ചുകൊണ്ട് നിന്നെ അടിച്ചതാരെന്ന് പ്രവചിക്കുക എന്ന് പറയാൻ തക്കവണ്ണം അവനെ പരിഹസിച്ചു. അവന്റെ വസ്ത്രങ്ങൾ അവർ ഉരിഞ്ഞെടുത്തു, ചമന്ന വസ്ത്രം ധരിപ്പിച്ചു, രാജാവായിട്ട് വാഴിച്ചു. പരിഹാസത്തിന്റെ അങ്ങേ തലയിലേക്ക് എല്ലാ കാലത്തേക്കുമായി ഉയർത്തപ്പെട്ട അവന്റെ ശിരസിനെ അവര് എന്നത്തേക്കുമായി എന്ന വണ്ണം അവര് താഴ്ത്തിക്കളഞ്ഞു. എല്ലാത്തിനും അതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഞാൻ ഈ പറഞ്ഞത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. ബാഹ്യമായ സംഗതികൾ അതൊക്കെ. അവന്റെ മുഖത്ത് തുപ്പിയത് നിങ്ങൾ കണ്ടു, ഹൃദയം കൊണ്ടെങ്കിലും കണ്ടു. അവന്റെ പുറം ഉഴവുചാൽ പോലെ കീറിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അവന്റെ ആന്തരികമായ വ്യഥ എപ്രകാരമുണ്ടെന്നുള്ള അവൻ 2 തവണയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത്, എന്റെ ഹൃദയം മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു, എന്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു എന്നതാണ്. മരണം എന്നത് അതിഭീകരമായ കൂരിരുളാണെങ്കിൽ ആ കൂരിരുളോളം ദുഃഖിതമായിരിക്കുന്നു. എന്നേക്കുമായി നശിച്ചു പോകുന്നതിന്റെ വേദനയാണുള്ളതെങ്കിൽ അത്രമേൽ വലിയ വേദന, കൊടിയ വേദനയിലേക്ക് അവൻ കടന്നു വന്നിരിക്കുന്നു എന്ന് അവൻ ഒരിക്കൽ പറഞ്ഞു. രണ്ടാമത് ഇപ്പോൾ പറയുന്നത് ഇതാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? മനുഷ്യകുലത്തിലെ ആരെ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല, ആരെ ഉപേക്ഷിച്ചിട്ടില്ല. ആദാമാണ് ആദ്യം തെറ്റ് ചെയ്തത്.
ആദാമിനെ അവിടുന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ അവന് ഉടുപ്പും അവനൊരു ഉടയാട ഉണ്ടാക്കി, ഇല കൊണ്ട് ഇടയാട ഉണ്ടാക്കി അത് അണിയിച്ച അവനെ വിട്ടത്. തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി അത് അണിയിച്ചാണ്, ക്ഷമിക്കണം, തോലുകൊണ്ട്. അവന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തു. കയീൻ എന്ന് പറയുന്നവൻ ഹാബേലിനെ കൊന്നതുകൊണ്ട് അവനെ നിത്യമായി ഏതെങ്കിലും ശിക്ഷയ്ക്കല്ല വിധിച്ചത്. അവന്റെ നെറ്റിമേലുള്ള അടയാളം കുത്തി ആരെങ്കിലും ഒരുവൻ നിന്നെ സ്പർശിച്ചാൽ ഞാൻ അവന് പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സുരക്ഷിതനായി പറഞ്ഞു വെച്ചു. ആരെയും ശിക്ഷിച്ചില്ല അവിടുന്ന്. മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിക്കുന്നതിന് പകരം നീതിയുടെ തുലാസിൽ ദൈവം മനുഷ്യനെ ഉപേക്ഷിക്കണം. ഇതാ നമ്മൾ കഴിഞ്ഞ ദിവസം ഒക്കെ കണ്ടത്. ഞാൻ പറഞ്ഞു, ഒരു ചെസ് കളിക്കുന്നത് പോലെ വളരെ കൃത്യമായി നീക്കിയാണ് മാർപ്പാപ്പ കൊണ്ടുവരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെയാണത് പൂർത്തീകരിക്കപ്പെടുന്നത്. അവിടെ നീതിയുടെ തുലാസിൽ പുത്രത്വത്തിന് പകരമായി ദാസത്വമാണ് മനുഷ്യൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ നീതിയുടെ തുലാസിൽ ദാസത്വത്തിന് പകരം പുത്രത്വമാകേണ്ടതിന് അവൻ ചെയ്ത എല്ലാ ശിക്ഷയുടെയും എല്ലാ പാപത്തിന്റെയും ശിക്ഷ അവനിൽ ആരോപിക്കപ്പെട്ടു. മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിച്ചതിന് പകരമായി ക്രിസ്തു ക്രൂശിൽ യഥാർത്ഥത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു. ആ ഉപേക്ഷിക്കപ്പെട്ടത് ഞാനും നിങ്ങളും അറിയാൻ വേണ്ടി ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുക എന്നതിന്റെ വേദന ചിന്തനീയമല്ല. കാരണം ഇന്ന് വരെ മനുഷ്യകുലത്തിലെ ആരും അത് അറിഞ്ഞിട്ടില്ല. എന്നാൽ ക്രിസ്തു മാത്രം, ഏകനായ അവൻ മാത്രം അത് അറിഞ്ഞു. അവൻ പറഞ്ഞു, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? അതിന്റെ ഉത്തരം, എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്നതിന്റെ ഉത്തരം ഫിലിപ്പോസിനോട് ക്രിസ്തു പറഞ്ഞു കഴിഞ്ഞു. എന്നോട് കൂടെ ഇത്രയും കാലമായിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിഞ്ഞില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. എന്റെ കുരിശിലെ പരിത്യക്താവസ്ഥ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിതാവിനെ, ദൈവത്തെ സ്വീകരിക്കാതെ അവിടുത്തെ ഉപേക്ഷിച്ച മനുഷ്യകുലത്തെ മാർബോട് ചേർക്കാൻ വേണ്ടി നിയമത്തിന്റെ ക്രമമനുസരിച്ചിട്ട് ക്രിസ്തു ഉപേക്ഷിക്കപ്പെടുകയാണ്. നീതിയുടെ ക്രമമനുസരിച്ച് ക്രിസ്തു അവിടെ ഉപേക്ഷിക്കപ്പെടുന്നു. കാരുണ്യത്തിന്റെ ക്രമമനുസരിച്ചിട്ട് മനുഷ്യൻ സ്നേഹനിർഭരനായി സ്വീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ കുരിശ് എന്നത് പീഠാസഹനം മാത്രമല്ല, അവിടുത്തെ അനവരതമായ സ്നേഹത്തിൻ്റെയും കൂടെ പ്രകാശനമാണ് എന്ന് ഈ ഒരു കാര്യം യഥാർത്ഥ പകരക്കാരനാണ് എന്ന വസ്തുത നമ്മളെ വെളിവാക്കി തരികയാണ്. ക്രൂശിൽ അവിടുന്ന് എല്ലാം പൂർത്തിയാകുന്ന ആ നിമിഷം വരെയും ക്രിസ്തു മരണത്തിന്റെ വേദന, ഉപേക്ഷിക്കലിന്റെ വേദന സഹിച്ചുകൊണ്ട് ഒരിക്കലും, അവനിൽ വിശ്വസിക്കുന്ന ഒരിക്കലും ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുന്ന നിത്യനരകത്തിൽ പോകാതെ രക്ഷിക്കപ്പെടേണ്ടതിന് സകല ഉപേക്ഷയുടെയും ഭാരം, ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുന്നതിന്റെ അതുല്യമായ നിഷ്ഠൂരമായ ഭാരം ക്രിസ്തു ഏറ്റെടുത്തു. അത് ഏറ്റെടുത്തതിന് ശേഷം അവിടുന്ന് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ തർക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. പിന്നീട് ഒന്നും ഇനി ഏറ്റെടുക്കാനില്ല. മനുഷ്യകുലത്തിന്റെ സകല ദുഃഖദുരിതങ്ങളും, മനുഷ്യകുലത്തിന്റെ പാപാവസ്ഥയുടെ സകല നിഷ്ഠൂരതകളും, അതിൻ്റെ ഭയാനകമായ പരിണിത ഫലങ്ങളും ക്രിസ്തു ഏറ്റെടുത്തു. അങ്ങനെ ഏറ്റെടുത്ത് അവിടുന്ന് ക്രൂശിൽ മരിച്ച് മരണത്തിന് വിധേയനാക്കിക്കൊണ്ട് അവിടുന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് നമ്മളെ പ്രത്യാശയിലേക്ക് ക്ഷണിച്ചു. അവിടെയാണ് ഈ നമ്മുടെ മർത്തോമാ കുരിശിന്റെയൊക്കെ ഒരു മഹത്വം ഉള്ളത്. അത് ഈശോ ഇല്ലാത്ത കുരിശല്ലേ നമ്മൾ ചോദിക്കും. അപ്പം ഒരു വിശദീകരണം വരും, അത് ഉത്ഥാനം സൂചിപ്പിക്കുന്ന കുരിശ. എന്തോന്ന് ഉത്ഥാനം? ഉത്ഥാനമാണ് സത്യം. ഉത്ഥാനം എന്നതാണ് പ്രത്യാശ. കുരിശ് സ്നേഹത്തിന്റെ പ്രകാശനമാണെങ്കിൽ ഉത്ഥാനം പ്രത്യാശയുടെ വെള്ളി നക്ഷത്രമാണ്. ഞാനും നിങ്ങളും നാളെ എവിടെയായിരിക്കും എന്നതിൻ്റെ കൃത്യവും സുനിശ്ചിതവും വ്യക്തവുമായ സൂചനയാണ് ഒഴിഞ്ഞ കല്ലറ, ശരീരമില്ലാത്ത കുരിശ്. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മള്
ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൂടുതൽ അടുക്കുവാനും പ്രത്യാശയോടുകൂടെ നമ്മളുടെ വഴികളെ തമ്പുരാന് വേണ്ടി ക്രമപ്പെടുത്തുവാനും ഈ കുരിശ് നമ്മളെ യോഗ്യമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 6-ാമത്തെ ഖണ്ഡികയിലേക്ക് അദ്ദേഹം നടക്കുകയാണ്. മരണത്തെക്കാൾ ശക്തമായ പിതൃസ്നേഹം എന്താണ് എന്ന് വെളിവാക്കിക്കൊണ്ട് ക്രിസ്തു തൻ്റെ ഉത്ഥാനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വന്നു. ഇനി പരിശുദ്ധ മഗ്ദലേന മറിയത്തോട് പറഞ്ഞ നീ എന്തിനു കരയുന്നു എന്ന് മാത്രമല്ല ചോദിച്ചത്, എന്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും സന്നിധിയിലേക്ക്. കണ്ടോ, അവിടെ വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യുക. നീ ചെന്ന് എന്റെ സഹോദരന്മാരോട് ഞാൻ എന്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും സന്നിധിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സഹോദരന്മാർ ഒരേ ഒരു പിതാവിന്റെ മക്കൾ എന്ന നിലയിലേക്ക് ഉയർത്തുന്ന അതിമനോഹരമായ സന്ദേശം നൽകുന്നതായി മഗ്ദലേന മറിയത്തിന് ക്രിസ്തു നൽകുന്നതായി നമ്മൾ വായിക്കുന്നു. അതുവഴിയായിട്ട് മരണത്തെക്കാൾ ശക്തമായ ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുത്തി കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും അനന്യമായ സ്രോതസ്സായി സ്വയം വെളിപ്പെടുത്തി. അങ്ങനെ കാരുണ്യത്തിന്റെ സജീവമായ അടയാളമായി ക്രിസ്തു പെസഹ രഹസ്യത്തിൽ തന്നെ പ്രതിഷ്ഠിക്കുകയും മനുഷ്യന് വെളിവാക്കുകയും ചെയ്തു. ഇനി നമുക്ക് കാരുണ്യത്തിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിശുദ്ധ മറിയത്തെ സംബന്ധിക്കുന്ന ഒരു 6 ഖണ്ഡികകളാണുള്ളത്. ജോണിച്ചായൻ ലോക്ക്ഡ് ഔട്ട് ആയി പോയതാണോ അതോ ഇവിടുത്തെ സിഗ്നൽ വീക്ക് ആയതാണോ? അറിയായില്ലേ? 8 മണി. ഐ മീൻ 6:30 തൊട്ട് അല്ലേ? 6 മണി തൊട്ടിട്ടല്ലായിരുന്നു നിങ്ങളുടേത്? അതെ. 6 തൊട്ടിട്ട് ഇനിയിപ്പോ നമുക്ക് മദർ ഓഫ് മേഴ്സി തൊട്ടിട്ടുള്ളത് നമുക്ക് അടുത്ത ഒരു ഇതായിട്ട് എടുക്കാം. എന്ത് പറയുന്നു? അത് മതി. അപ്പൊ എന്തൊരു മനോഹാരിതയാന്ന് നോക്കിയേ. ആ കൃത്യസമയത്താണ് ഞാൻ ഒരു സ്വിച്ച് ഓൺ ചെയ്യാൻ വിട്ടുപോയി. അങ്ങനെ എന്റെ ലാപ്പ് കർത്താവിൽ നിദ്ര പ്രാപിച്ചതാണ് നമ്മൾ കണ്ടത്. പക്ഷേ അതുവരെ വളരെ കൃത്യമായിട്ട് പോയി എന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിന് മുമ്പായിരുന്നെങ്കിൽ മഹാവൃത്തികേടായി പോയേനെ. പക്ഷെ അതേതായാലും തമ്പുരാൻ അങ്ങനെ ചെയ്തു. ജോസൂട്ടി രണ്ടാമത് വന്നോ? ഞാൻ നേരത്തെ വന്നായിരുന്നല്ലേ? ഞാൻ വിചാരിച്ചില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തേത് അവസാനിപ്പിക്കാം അല്ലെ? ഇന്ന് 2 മണിക്കൂറായില്ലേ നമ്മള്? ഏതാണ്ടാകുന്നു. മതി. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം. ആക്ച്വലി അത് അത്ര തീരെ ശ്രദ്ധിക്കാതെ പോയി ഒരു വിഷയമായി പോയി. എനിക്ക് അതൊരു പരിണാമത്തിൽ വന്നിട്ടാണല്ലോ എന്നുള്ളൊരു നന്ദി മാത്രമുണ്ട്. എങ്ങനെയാ ബാക്കി എല്ലാവരും ലീവ് ചെയ്തു പോയോ? കണ്ടോ? എങ്ങനെ? എനിക്കെന്നും എല്ലാരും ഉണ്ടല്ലേ? ഞാനൊന്ന് ഇതൊന്ന് ഓൺ ചെയ്തോട്ടെ, ഒരു സെക്കൻഡേ. സാധൂകരിക്കപ്പെടുന്നത് എന്നുള്ളത് അതിനകത്ത് പറഞ്ഞു വെച്ചു. അതിന് ദൈവം എങ്ങനെ വിലമതിച്ചു എന്നുള്ളത് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നു. രണ്ടുപേർ ഒറ്റ സംഗതിയല്ല നിൽക്കുന്നത്, മനുഷ്യന്റെ മഹത്വം.
അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ എൻസിക്ലിക്കൽസിലും പിതാവിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെന്ന് തോന്നുന്നില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇത് ഈ എൻസൈക്ലിക്കൽസ് തമ്മിൽ ഒരു സ്കാർലറ്റ് ത്രെഡ് ഉണ്ട്. അത് ഒന്നിനോടൊന്ന് വളരെ എല്ലാം പെട്ടെന്ന് അല്ലെങ്കിൽ പോലും ഒന്ന് കഴിഞ്ഞിട്ട് പിന്നത്തേതിനെ ഇത് സൂചിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ പല പിന്നെ ഡിസൈനുകളിലുള്ളതുപോലെ വിശ്വാസവും യുക്തിയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ശ്രേണിയിലിപ്പോ വിധസത്രാത്യോ കഴിഞ്ഞാൽ വെരിത്താത്ത സ്പ്ലൻഡർ കാണാം. അങ്ങനെ നമ്മൾ കാറ്റഗറി ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് രസം ഉണ്ടാവുക പല സംഗതികളുടെ വികസനം ഇങ്ങനെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുക. അല്ല, അത് ശരിക്കും പറഞ്ഞാലേ ഓരോ ആൾക്കാരുടെ തിയോളജിയും അങ്ങനെയാണല്ലോ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ശരിക്കും വരേണ്ടത് അതിൻ്റെതായ ഒരു ആരാ ജോസഫ് സ്റ്റീഫൻ ആരാണോ? ജോസഫ് സ്റ്റീഫൻ നമ്മുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ആളാണ് ജോസഫ് സ്റ്റീഫൻ. പുള്ളി ഇടയ്ക്ക് വരലുണ്ട് ജോസഫ് സ്റ്റീഫൻ. ഈ ക്ലാസ്സുകൾ നമ്മുടെ ഈ സീരീസിൽ ജോസഫ് സ്റ്റീഫൻ കുറവായിരുന്നു അധികം. അദ്ദേഹം ഉണ്ട്, ഇന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവൻ സോണി പേര് പെട്ടണോ? സോണി അല്ല, അവനെന്താ ഈ ദിവസങ്ങളിൽ ഇങ്ങനത്തെ ജോലിയായി കാണുമേ. ഇപ്പോ ഈ സാറ്റർഡേസിൽ ജോലി ചെയ്യേണ്ട സാഹചര്യമായിരിക്കുമേ. അവൻ ഈ കമ്പ്യൂട്ടിങ്ങിലല്ലേ. കുഞ്ഞച്ചൻ പുറത്തു പോയി തോന്നുന്നു. കുഞ്ഞച്ചനുണ്ടായിരുന്നു, പുറത്തുപോയി. ഇവിടെ ഇപ്പോ ഈ ഇന്റർനെറ്റ് വളരെ അബദ്ധമാ. അതെന്താ സംഭവം മനസ്സിലാകുന്നില്ല. റെക്കോർഡിങ് നിർത്തിയാലേ, കാരണം പിന്നീട് നമുക്ക്